കർത്താവിനെ കൂട്ടിവരുത്തിയിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. അത്ഭുതങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. ജീവനും ഭക്തിക്കും ആവശ്യമുള്ളത് ദാനമായി തന്ന നമ്മെ കൂട്ടിക്കൊള്ളുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിച്ചാണ് ഇന്ന് പകൽക്കാലം ആരാധനയിൽ ഹല്ലേലൂയ ദൈവ മഹത്വം വെളിപ്പെടുന്ന പകൽക്കാലമായി തീരുവാൻ ദൈവങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കും. നമ്മുടെ ദേഹം ദേഹാത്മാവ് തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെട്ട് ഹല്ലേലൂയ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദകരമായ യാഗമായി അർപ്പിക്കുന്ന ആരാധനയുടെ അനുഭവങ്ങളെ ദൈവം നമുക്ക് നൽകി തരേണ്ടതിന് ഹല്ലേലൂയ. Let us pray. Hallelujah. Let us glorify God's holy name. Let us experience the presence of God. Let us welcome the Holy Spirit in our midst. Hallelujah. Praise God in this beginning moments itself. Let us experience the powerful presence of God. Hallelujah. ദൈവ സാന്നിധ്യത്തിന്റെ ശക്തമായ അനുഭവം നമുക്ക് നൽകി തരേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ അടുത്ത് വരുന്നു. അവിടുത്തെ പാദം നീ അടുത്ത് വന്ന സ്വർഗ്ഗ സിംഹാസനം ഭൂമി അവിടുത്തെ പാദപീഠം ആ പാദപീഠത്തിലേക്ക് അണയുവാൻ പ്രാവശ്യപ്പെട് വിശുദ്ധ ആരാധനയായി ദൈവസഭയായി ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇതുപോലെ കാലം കുട്ടികളുടെ ദൈവജനത്തിനായി സ്തോത്രം ഏവരും കലകൾ സമർപ്പിക്കുകയാണ്. പലയിടങ്ങളിലായി ഞങ്ങളെ കൂട്ടിവരുത്തി, പല ഭവനങ്ങളെ കൂട്ടിവരുത്തി, പല ദേശങ്ങളായി ഞങ്ങളെ കൂട്ടിവരുത്തി. അവിടുത്തെ ദൈവക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തില് ഇന്ന് പകൽക്കാലം ഞങ്ങൾ കൂടി വരുമ്പോൾ രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്ത് സാന്നിധ്യമുള്ള ചെയ്ത കർത്താവിന്റെ ആ വലിയ സാന്നിധ്യം കൊണ്ട് പകൽക്കാലം ഈ ആരാധനയോട് നല്ല ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെല്ലാവരുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ പ്രബോധനങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാട് പരിശുദ്ധാത്മാവിനെ മധ്യ വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. ശുശ്രൂഷ നിർവഹിക്കുന്ന ദാസദാസന്മാരുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം പകരണമേ. കർത്താവിന്റെ കൃപ, കർത്താവിന്റെ സാന്നിധ്യം, ഏകാഗ്ര ഹൃദയം, ഹല്ലേലൂയ, സ്തോത്രം, ഭയഭക്തിയുടെ മനോഭാവം എല്ലാം ഞങ്ങൾക്ക് നൽകി തന്ന ആദ്യയോടെ അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ പരിശുദ്ധാത്മാവിന്റെ വലിയ നടത്തിപ്പ് ഇന്ന് പകൽക്കാലം ആരാധന അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. മാനവ മഹത്വം കർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരിക്കുകയാണ്. സ്തോത്രം ദൈവമേ, യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. സ്വന്തം എല്ലാ പ്രിയപ്പെട്ടവർക്ക് കർത്താവിൽ വന്ന് നമുക്ക് ഒരുമിച്ച് ആലയത്തിൽ കടന്ന് ദൈവത്തെ ആരാധിക്കാൻ ഈ നല്ല അവസരത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രാരംഭത്തില് പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാൻ സമയത്ത് വേർതിരിക്കാൻ സമരങ്ങളോട് ചേർന്ന ഗാനങ്ങൾ പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഞാൻ എന്റെ കണ്ട പർവ്വതങ്ങളിലേക്ക് നോക്കും. എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയിൽ നിന്ന് യഹോവയിൽ നിന്ന് വരുന്നു. അവൻ ഹല്ലേലൂയ. ഭക്തന്മാരോടൊപ്പം ചേർന്ന് അവൻ ഹല്ലേലൂയ നമുക്ക് പാടുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ബലമുള്ള ശത്രുവിന്റെ കരത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് ഹല്ലേലൂയ അവൻ ഉയരത്തിലേക്ക് അവൻ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ പ്രത്യാശയുള്ളവരായി ഉയരത്തിലേക്ക് അവൻ ആഗ്രഹിക്കുന്നവരായി നമ്മളെ നിർത്തിയ കർത്താവിന്റെ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് സ്തുതിക്ക് യോഗ്യനായ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പാടാം. സ്തുതിക്കും ഞാനെന്നും സ്തുതിക്കും എന്നുള്ള പാട്ട് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കും. ഞാനെന്നും സ്തുതിക്കും ഞാൻ സ്തുതിക്കും യോഗ്യനാമേശുവിനെ സ്തുതിക്കും ഞാനെന്നും സ്തുതിക്കും ഞാൻ സ്തുതിക്കും യോഗ്യനാമേശുവിനെ വല്ലവനെനിക്കു വലിയവ ചെയ്തു വാഴ്ത്തുന്ന നാമം നീ മരുവേ വല്ലവനെനിക്കു വലിയവ ചെയ്തു വാഴ്ത്തുന്ന നാമം നീ മരുവേ.
ദൈവസന്നിധിയിലെ സന്തോഷം നമ്മുടെ ബലമാണ്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലെ ആരാധനയിലെ സന്തോഷം, ദൈവത്തെ സ്തുതിക്കുന്നത് ഹല്ലേലൂയ, ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് deep down in our heart, the joy and the happiness that we enjoy from the presence of God, that shall be our strength. Hallelujah. Praise the Lord. That is the greatest weapon against all the plans of the devil that is against us. Hallelujah. എല്ലാ പോരിലും എല്ലാ പദ്ധതിയിലും നമുക്കുള്ള വിടുതല്, നമുക്കൊരു ഡിഫൻസ്, ഹല്ലേലൂയ, ആ ദൈവസന്നിധിയിലെ സന്തോഷമാകയാൽ പകൽക്കാലം ദൈവസന്നിധി ഹൃദയംഗമായി ദൈവത്തെ ആരാധിപ്പാൻ അടുത്ത കാലം ചേർന്ന് പറയും ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിയും ഞാൻ പാടി ചേർന്ന് പാടി ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിയും ഞാൻ ഹല്ലേലൂയ. Ah
അതിനാൽ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവത്തെ പാടി ശുശ്രൂഷകളെല്ലാം ദൈവം ആശീർവദിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ നമ്മോടുകൂടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. Praise the Lord. സ്തോത്രം ആരാധന
സ്ഥാപിച്ചവരായി അനുഗ്രഹം നേടിയവരായി കർത്താവെ സമസ്ത കാര്യങ്ങളും നിരസനയിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ വിവിധ വിഷയങ്ങൾ അനുഭവത്തായിരിക്കുന്ന ഓരോരുത്തരെയും തിരുസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ അവരുടെ വിഷയങ്ങളെ കർത്താവ് നിങ്ങൾ ആരും അവൻ അറിഞ്ഞില്ലെങ്കിൽ കർത്താവെ സ്വർഗ്ഗത്തിലെ കർത്താവ് നീ അറിയുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവെ അവൻ ഭാരത്തോടെ ആരെങ്കിലുമായിരിക്കുന്നത് അവരുടെ മുറിവുകളിൽ നിന്ന് പകൽക്കാലം കെട്ടി അവരെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥന കർത്താവെ അവൻ ഞങ്ങളുടെ ആരാധന മുഖ്യമായി തിരുസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ സംസാരിക്കാൻ ദാസനെ കർത്താവിനെ ബലപ്പെടുത്തി നമ്മെ അഭിഷേകം ചെയ്യണം നമ്മൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹമായി തീർക്കണം ഞങ്ങൾ പ്രാർത്ഥന കർത്താവെ നല്ല സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥന കർത്താവെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവിൽ നിന്ന് കർത്താവ് നല്ല വാക്യങ്ങളെ കേൾക്കുവാൻ ഞങ്ങൾക്ക് ഇടപെടണമെന്ന് പ്രാർത്ഥന കർത്താവെ എല്ലാ കാര്യങ്ങളും സന്നിധിയിലേക്ക് ഏൽപ്പിക്കണം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിതം നേരിടുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ വാക്യത്തിന്റെ ഗാനമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. 32-ാം സംഗീതം Psalm 33. സംഗീതം Psalm 32. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. പ്പോൾ നിജമായ നിരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ കൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവ വിളിച്ചു പറയുന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. നീ എന്റെ മറുപടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോറുകളുടെയും പോലെയാകരുത്. അവയുടെ സമയങ്ങളായി കടിഞ്ഞാണ് മുഖപ്പെട്ടും കൊണ്ട് അവയെ അടക്കി വരുന്നു. അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകില്ല. വാക്യം ചേർന്ന് വായിക്കാൻ നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിക്കാനും ഘോഷിച്ച് ഉല്ലസിപ്പീൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഹൃദയപരമാർത്ഥതയോടെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സന്തോഷിച്ച് ആനന്ദിപ്പാൻ, ഘോഷിച്ച് ഉല്ലസിപ്പാൻ, to rejoice and be glad in the presence of God. Hallelujah. Let's thank God for making us righteous in His presence. Hallelujah. ദൈവത്തെ സ്തുതിക്കാം. Hallelujah. ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞാട്ടെ. നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്ന ഇംഗ്ലീഷ് കോഴ്സിൽ കടന്നുവരും പാട്ട് നമ്മെ സഹായിക്കും. We will sing an English chorus and worship God again. Hallelujah. And let's praise God. Hallelujah. Let's thank God for the forgiveness of those sins. And let's thank God for all the blessings that we enjoy in His presence. ദൈവസന്നിധിയിലെ സന്തോഷം ഇന്ന് പകൽക്കാലത്തോളം നിമിഷങ്ങളും ആരാധനയിൽ വെളിപ്പെട്ടു വരുവാൻ കർത്താവിനെ സഹായിക്കട്ടെ. ചേർന്ന് കുഞ്ഞുമോട് ചേർന്ന് നമുക്ക് വേണ്ടി ദൈവത്തെ ആരാധിക്കാം. Praise God. Hallelujah.
നന്ദി പറയാം. തുടർന്ന് നമ്മെ സഹായിക്കുന്ന ദൈവത്തിന്റെ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുക. സത്യപിതാവേ, രാവിലെ കാലം ഞങ്ങൾ തിരുപ്പാർപ്പടയായിരിക്കുന്നു. പാടിയായിരുന്ന സത്യത്തിൽ നിന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞങ്ങളെ സഹായിച്ചല്ലോ. തുടർന്ന് നിമിഷം ദൈവപാഠത്തിലായിരിക്കുമ്പോൾ ഞങ്ങളോട് ഇടപെടണമേ, ഹൃദയങ്ങളോട് സംസാരിക്കണമേ. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ എല്ലാവരും ദിവസം Hallelujah. Praise the Lord. ദൈവത്തിന്റെ നാമത്തിൽ നന്ദി അർപ്പിക്കുന്നു, സ്തോത്രം അർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ കാലം ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് ഒരുക്കുന്ന ഈ പ്രത്യേക അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധ ആരാധനയ്ക്കായി ആലയത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിൽ വന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. വായിച്ച ചരിത്ര ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ 32-ാം സങ്കീർത്തനം പലപ്പോഴും നാം പ്രാർത്ഥിച്ച് ധ്യാനിച്ചിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. 32-ാം സങ്കീർത്തനത്തില് സങ്കീർത്തനക്കാരനായ ദാവീദിന്റെ ധ്യാനത്തില് പ്രധാനമായും സ്തോത്രം ദാവീദ് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന പാപക്ഷമയുടെ അനുഗ്രഹം, സ്തോത്രം, ആ ഭാഗ്യ അവസ്ഥ, അതിനെക്കുറിച്ച് വിവരിക്കുന്ന സങ്കീർത്തനം. The blessedness of forgiveness. That is what we see in Psalm 32. We know the life of Psalmist David. David has written a lot of psalms outpouring his own heart in the presence of God. And every time he comes to the presence of God, he humbles himself. Praise the Lord. എന്റെ താഴ്മ, സ്തോത്രം, എന്റെ സൗമ്യത എന്നെ വലിയവനാക്കി എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവത്തിൽ പ്രാഗൽഭ്യമുള്ള ഒരു അഭിഷിക്തനായിരുന്നു ദാവീദ് രാജാവ്. Praise the Lord. Whenever we come to the presence of God, God always watches over our humility, the attitude of humbleness that God expects from our life all the time. പൂർണ്ണ ദിവസത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ താഴ്മയുള്ള ഒരു മനോഭാവം അത് ദൈവം പ്രതീക്ഷിക്കുന്ന. ഒരുപാട് വിജയങ്ങളും ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് ഉയർച്ചയും ഒരുപാട് വ്യത്യാസങ്ങളും അവസ്ഥയ്ക്കൊക്കെ വലിയ മാറ്റമൊക്കെ വന്നായിരിക്കും നാം ദൈവത്തിൽ കടന്നു വരുന്നത്. But whenever we come to the presence of God, we are the same people in front of an Almighty God. നാം അതേ മനുഷ്യരാണ് ദൈവസ്ഥലിൽ നമ്മുടെ അവസ്ഥ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ലഭിക്കുന്ന ഈ ഭൂമിയിൽ ലഭിക്കുന്ന ഏതൊരു പദവി കൊണ്ടും ദൈവവും തമ്മിലുള്ള ബന്ധം മാറുന്നില്ല. നമ്മുടെ അറിഞ്ഞത് ദൈവത്തിന്റെ ബലമുള്ള കയ്യിൽ താണിരിപ്പി തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുക. അപ്പൊ അങ്ങനെ മനസ്സിലാണല്ലോ. ആളുകൾ നമ്മെ ബഹുമാനിക്കും, ആളുകൾ നമുക്ക് പദവി തരും, ആളുകൾ പറയുമോ വെൽഡൺ എന്ന് പറയും. സ്തോത്രം. നമ്മൾ ഇവിടുത്തെ ജീവിതം പരിശോധിച്ചാൽ കഴിഞ്ഞ വർഷം ഒരുപാട് നമ്മൾ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. ബട്ട് വെന്നവർ ഏത് സമയത്ത് നാം ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നാം ആ ഒരു നേട്ടം കൊണ്ടൊന്നും ദൈവസന്നിധി വരരുത്. ദൈവസന്നിധിയിൽ നാം എന്നും ദൈവത്തിന്റെ കൃപ ആവശ്യമുള്ള, ദൈവത്തിന്റെ ദയ ആവശ്യമുള്ള, ദൈവത്തിന്റെ ഒരു പൈതലായി നമ്മൾ പറയാം കുഞ്ഞുങ്ങളോടൊക്കെ, നീ എത്ര വലുതായിരുന്നു, നീ എന്റെ കുഞ്ഞ് എന്ന് പറയുന്നത് അല്ലേ. അവര് വലിയ വലിയ പദവിയിലൊക്കെ എത്തും. സ്തോത്രം. പ്രസിഡന്റ് വരെ ആകുന്നവരും. ബട്ട് സ്റ്റിൽ ഫോർ എ പേരന്റ് അല്ലേ. നമ്മുടെ കുഞ്ഞോട് പറയാം അല്ലേ. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഇച്ചിരി സ്മാർട്ട് കളിക്കുന്നവരുടെ നീ കുഞ്ഞ, സ്തോത്രം, ബേബിയാ, യു ആർ മൈ ബേബി എന്ന് പറയുന്നല്ലേ. എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവസന്നിധി മറ്റുള്ളവർ നമുക്ക് അവസരം നമ്മൾ പലപ്പോഴും ദൈവസന്നിധി വരുമ്പോഴും നമ്മൾ ആ മസിൽ വിടാറാ വരുന്നത്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയാതെ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ അടുക്കിലേക്ക് എത്രത്തോളം അടുത്തിടാൻ തയ്യാറാണ്. But many times we are not up to that level to experience the presence of God. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നു. കർത്താവേ, ഇത്രത്തോളമൊക്കെ ആയിട്ടും എനിക്ക് നഷ്ടപ്പെട്ടു. ദാവീദ് അത് പറയുക. സോ അതുകൊണ്ട് ദാവീദ് ഭയത്തോടെ 50-ാം സംഘത്തിൽ പറഞ്ഞത് രക്ഷയുടെ സന്തോഷം എടുത്തു കളയുന്നത്. ദാവീദ് പറയാ അതിന് വില കൊടുക്കും, അതിന് വില പറയുവാൻ അനുവദിക്കുന്നില്ല. മറ്റെന്ത് പോയാലും സിംഹാസനം പൊക്കോട്ടെ, സ്തോത്രം, ഹല്ലേലൂയ, പദവികൾ പൊക്കോട്ടെ, എന്നാൽ ദൈവമേ നിന്റെ സന്നിധിയിൽ വരുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. ഓ നിന്റെ പൈതൃക അവസ്ഥയിൽ as a child of God I experience a joy, the joy of salvation, the joy of acceptance that I receive from my God Almighty. I don't want to lose that. ഞാൻ നഷ്ടപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇതുപോലെ എത്രയൊക്കെ ആഗ്രഹമുണ്ട് ദൈവത്തോട് പറയുന്ന ഭാവേ, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നിന്നോടുള്ള ബന്ധം അതിന്റെ വില പറയുവാൻ ഒരു കാരണവശാലും മറ്റൊന്നിനെയും ഒരു ചിന്തയെയും ഒരു മനോഭാവത്തെയും അനുവദിച്ചുകൂടാ. ഹല്ലേലൂയ. ഇന്നലെ ഹുസ്സൻ പ്രിയ ദേവദാസൻ ഡോക്ടർ ഷൈഡൻ പറഞ്ഞു, അധികം വെളിച്ചം കിട്ടിയവൻ അധികം സ്നേഹിക്കും. നമ്മൾ അനുഭവപ്പെട്ട ഒരു കാര്യം,
അധികം ചെയ്തവരുണ്ട്. The one who is much forgiven, he will love more. That is normal. Praise God. Hallelujah. അനേക ഉപമകൾ അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ച് പറയുകയുണ്ട്. ഇവിടെ സകലകാരൻ പറയുക, ലംഘനം ക്ഷമിച്ചു പാപം മറച്ചു കിട്ടിയവൻ ഭാഗ്യവാൻ. ക്ഷമയ്ക്ക് ഞാൻ അർഹനല്ല. എന്റെ പാപം എത്ര സ്തോത്രമായിട്ട് കൊടുത്ത് മറയ്ക്കാൻ ശ്രമിച്ചാലും മറയ്ക്കാൻ നടക്കുന്നതല്ല. എത്ര യാഗമർപ്പിച്ചാലും, എത്ര കഴുകിയാലും, എല്ലാ ദിവസം കൈ കഴുകിയേ ഉള്ളൂ, എത്ര കഴുകിയാലും അത് വീണ്ടും കടിച്ചു നോക്കുക. എന്നാൽ ഹിമത്തെ പോലെ എന്നെ വെളുപ്പിക്കാൻ കഴിവുള്ള കാൽവറി തിരുരക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞു. അതോടെ ദൈവത്തെ സ്തുതിച്ചാൽ ഇതുപോലെ മറ്റു പലതും ഓർക്കുമ്പോൾ സ്തോത്രം, ഒരുപക്ഷെ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് സ്തോത്രം ചെയ്യാൻ തോന്നുന്നില്ലായിരിക്കും. പക്ഷേ ഹല്ലേലൂയ അങ്ങനല്ലേ ചില സമയത്ത്. പക്ഷേ അതൊക്കെ ഒന്ന് മറന്നിട്ട് എന്നെ നോക്കിയാലും സ്വന്തം പറയണ്ട, എന്റെ പ്രസംഗം കേട്ട് പറയണ്ട, പാപക്ഷമയോട് ദൈവത്തിന് സ്തുതിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപക്ഷമ, നമുക്ക് ലഭിച്ച പാപക്ഷമ, അതിൽ വലുത് ഒന്നുമില്ല പ്രിയമുള്ളവരെ. ഇന്നലെ പറഞ്ഞ ഭൂമിയിൽ സമയമില്ലെങ്കിലും പെട്ടെന്ന് പറഞ്ഞു പോട്ടെ. ഇന്നലെ പറഞ്ഞ ഭൂമിയിൽ ദേവദാസൻ പറഞ്ഞ കാര്യമുണ്ട്, 1000 താലന്ത് ക്ഷമിച്ചിരിക്കണം അല്ലേ? 1000 താലന്ത് കണക്കൊക്കെ അദ്ദേഹം പറയും. ഓൾമോസ്റ്റ് 1,64,000 വർഷം ജോലി ചെയ്താലേ അത് വീട്ടാൻ പറ്റും. അപ്പൊ എത്ര തലമുറ ജോലി ചെയ്താൽ അത് വീട്ടാൻ പറ്റും. പക്ഷെ ഒറ്റ വെട്ടുകൊണ്ട് അല്ലേ, വിത്ത് വൺ മാർക്ക്, വിത്ത് just one strike, ഒറ്റ വെട്ടുകൊണ്ട് യജമാനത് മുഴുവനും ക്ഷമിച്ചു നൽകി. അതും പ്രാപിച്ച് അത് ആ ചീട്ട് കയ്യിലുണ്ട്, വെട്ടിയ ചീട്ട് കയ്യിൽ നീക്കുക. അത് ചുരുട്ടി പിടിച്ചുകൊണ്ട് ദിവസം പാടിയ പാടുന്ന പാടാം, ഫറവോന് ഞാൻ ഇനി അടിമയല്ല, പരമസിയോന് ഞാൻ അന്യനല്ല. സ്തോത്രം. മിരിയാം തപ്പെടുത്ത് കുട്ടിയെക്കാട്ടിൽ ശക്തമായിട്ടായിരിക്കും അവനൊന്ന് കുട്ടിയത്. കാരണം മിരിയാമിന്റെ അവസ്ഥകളൊക്കെ വലിയ വ്യത്യാസമാണ് അനുഭവിച്ചത്. ഇത് ചുരുട്ടി പിടിച്ചോണ്ട് ഓടുന്ന വഴിക്കാണ് 100 കടപ്പെട്ട ഒരുത്തിനെ കാണുന്നത്. സ്തോത്രം. ഹല്ലേലൂയ അല്ലേ? പ്രിയമുള്ളവരെ, സംഭവിച്ചത് നമുക്കറിയാം. കയ്യിലിരിക്കുന്ന ചീട്ട് നോക്കുമ്പോൾ എതിരെ വരുന്നവന്റെ കുറ്റം ഒന്നുമല്ല, എതിരെ വരുന്നവനോട് ചെയ്ത ഒന്നുമല്ല കേട്ടോ. ഹല്ലേലൂയ. ഞാൻ പാപക്ഷമയുടെ ചീട്ടുമായി, പാപക്ഷമയുടെ മുദ്രയുമായി, എന്റെ മേലുള്ള മേലെടുത്ത് എന്നേക്കുമായി മായിച്ച് എന്റെ പാരമ്പര്യത്തിനോ എന്റെ അധ്വാനത്തിനോ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഇസ്രായേൽ എന്ന പാരമ്പര്യത്തിന്റെ 7000 ചെല്ലുവാൻ യോഗ്യതയില്ലാത്ത എന്റെ കാൽവറിയിൽ സ്നേഹിച്ച് അവസാനത്തോടെ രക്തം വരെ ചിന്തി എന്റെ ചീട്ടം എന്നേക്കുമായി മാറ്റി, നിത്യജീവൻ അവകാശിയാക്കി എന്നെ മാറ്റിയ ആ മുദ്രയുമായി അപ്പോസ്തലൻ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ അച്ചാരമായി ഹല്ലേലൂയ പോകുമ്പോൾ ഹല്ലേലൂയ നബിയെ കാണാം. സ്വതം കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ല, അതും പറഞ്ഞ് നബി എന്നെ വിളിച്ചപ്പോൾ ഞാൻ എടുത്തില്ല. സ്വതം അതും പറഞ്ഞ് അതാണ് 100 കടപ്പെട്ടത്. അതൊക്കെ ഉള്ളൂ. നമ്മളൊരു പറഞ്ഞ വലിയ കാര്യം, നമ്മൾ ഈ 5 പേര് എഴുതുന്ന സൗദിയിലെ പണക്കം ഈ 100 ദിനാരുടെ വലിപ്പം പോലും ഇല്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ മുഖം കറുത്ത് പറയുന്നത് സംസാരിക്കുന്നു, നമ്മൾ പറയുന്ന വലിയ ചതിയോ ചീറ്റിങ്ങോ ഹല്ലേലൂയ സ്തോത്രം വഞ്ചനയാണെന്ന് പറയുന്നതൊക്കെ പലപ്പോഴും ഈ മനുഷ്യന്റെ എതിർപ്പെട്ട, അവന് 100 കടംപ്പെട്ട ആ മനുഷ്യന്റെ കണക്കോട് പോലുമില്ല. പക്ഷെ കയ്യിൽ ചൂട്ടി പിടിച്ച് ഈ ചീട്ട്, ആ ചീട്ട് കളഞ്ഞേച്ച് അവനവന്റെ കഴുത്തിന് പിടിച്ചു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നാം ദിവസം ഒരു കാര്യം തീരുമാനിക്കണം. കർത്താവിനോട് ക്ഷമിച്ച ക്ഷമയുടെ ഭാഗ്യ പദവിയാണോ എനിക്ക് വേണ്ടത്? അല്ലോ അതാണോ? ഹല്ലേലൂയ. ഈ ലോക ജീവിതത്തിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നമുക്ക് എത്ര വയസ്സ് നമുക്ക് ജീവിക്കാൻ കഴിയും? ആ ലോക ജീവിതത്തിൽ അല്പനേരത്തേക്ക് മാത്രം നാം കാണുന്ന ഹല്ലേലൂയ. ഞാനൊക്കെ നിങ്ങളെ കാണാൻ തുടങ്ങിയത് എന്റെ നല്ല യൗവനത്തിൽ, ഒരുപാട് വർഷം പിന്നിട്ട് ശേഷം വന്ന് കണ്ടുവരാം. ഇനി എത്ര നാളുകൾ നമ്മൾ തമ്മിൽ ഇപ്രകാരം കണ്ട് ജീവിക്കാൻ കഴിയുന്ന അറിയത്തില്ല.
നമ്മുടെ 60, 70, 80, 100 ആയുസിനിടയ്ക്ക് അതിന്റെ ഇടനാഴികളിൽ ഫോർ ഷോർട്ട് ഇന്റർവെൽസിൽ നാം കണ്ടുമുട്ടുന്ന ഹല്ലേലൂയ ഒരിക്കലും ജീവിതത്തിൽ അല്ലാതെ കാണാൻ സാധ്യമല്ലാതിരുന്ന പലരെയും കർത്താവിന്റെ സ്നേഹത്തിൽ കണ്ടുമുട്ടുവാനിടയായ ആ നമുക്ക് അന്യോന്യം വരുന്ന 10 ദിനാറിയോ 1 ദിനാറിയോ 50 പൈസയോ കടപ്പെട്ടിരിക്കുന്നവരോട് ഹല്ലേലൂയ നാം ക്ഷമിക്കാഞ്ഞാൽ ഈ മനുഷ്യൻ ചെയ്ത പാപത്തോട് തുല്യമാണ്. കർത്താവ് നമ്മോട് ക്ഷമിച്ച ആ വലിയ ക്ഷമ പലപ്പോഴും കാൽവരയിൽ നമുക്ക് ലഭിച്ച നേട്ടത്തിന്റെ ആഴം ആത്മാവിൽ ഗ്രഹിക്കുവാൻ പലപ്പോഴും നമുക്ക് വേണ്ടി പ്രസംഗിക്കുന്ന പാസ്റ്റർ പറയുമ്പോൾ ചെവികളെ കേട്ട് ബുദ്ധിയിട്ട് കറക്കി അത് അവിടെ തന്നെ കാണു പോകുന്നതല്ല, ആത്മാവിന്റെ അകത്താത്ത നമുക്ക് ലഭിച്ച പാപക്ഷമയുടെ ആഴത്തെ തിരിച്ചറിയാൻ നമ്മുടെ ലോക ജീവിതത്തിൽ പല ദുരിതങ്ങൾ നമുക്ക് ഒഴിവാക്കാം. നാം ജനത്തിൽ ജീവിക്കുന്നവരാ, പാസ്റ്ററായാലും വിശ്വാസികളായാലും ബിഷപ്പായാലും ഒക്കെ നമ്മൾ പലപ്പോഴും ജഡത്തിന്റെ ഇൻഫ്ലുവൻസ് നമ്മളിലേക്ക് വരും. നമുക്ക് we cannot help it, we cannot resist that many times. One thing we shall make sure, കർത്താവേ ലംഘനം ക്ഷമിക്കപ്പെട്ട ഭാഗ്യ പദവി എനിക്ക് വരുന്നത് അതിനെ അടിയറവ് പറഞ്ഞ് മറ്റൊന്നിന് പുറകെ പോകുവാൻ എന്നെ സാത്താൻ കിട്ടത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് പലകാലം ദാവീദ് പറഞ്ഞ വാക്കിന്റെ ആഴം മനസ്സിലാക്കുവാൻ കഴിയും? ഹല്ലേലൂയ. പറയുക, ഞാൻ പാപം ഏറ്റു പറയാതിരുന്നപ്പോൾ സ്തോത്രം. പ്രിയമുള്ളവരെ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, സൈക്കോളജിയിൽ ഇത് പ്രൂവണ, സയൻസിൽ ഇത് പ്രൂവണ. ഇവിടെ മെഡിക്കൽ ഫീൽഡിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടല്ലോ, സ്വതന്ത്രം റിസർച്ച് ചെയ്തിട്ടുണ്ടല്ലോ. സ്വതന്ത്രം എനിക്കും മറ്റൊരു വ്യക്തിയോട് ഒരു വിഷമം ഉണ്ടെങ്കിൽ സ്വതന്ത്രം ആ മറ്റൊരു വ്യക്തി അറിയണമെന്നില്ല, എന്റെ ഉള്ളിലിരിക്കുമ്പോൾ ഹല്ലേലൂയ ഏറ്റവും വലിയ പ്രശ്നം എനിക്കാണ്. ഞാൻ എന്തൊക്കെ പുറമേ ചെയ്താലും എന്തൊക്കെ അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും പ്രയാസം എന്റെ ഉള്ളിലിരിക്കുമ്പോൾ ജീർണത എനിക്കാ ഉണ്ടാകുന്നത്. ജീർണത നമുക്കാണ്. we are in charge of our own peace and happiness. വചനത്തിൽ കയറിയെന്ന് പറഞ്ഞാൽ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ സമാധാനത്തെ സമർപ്പിക്കണം. ഹ്യൂമനിസമാണ്. ഞാനാണ് എന്റെ സമാധാന സന്തോഷത്തിൽ അതിലപ്പുറത്തേക്ക് വചനം പറയുന്നത്. ഞാൻ ദൈവകരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുമ്പോൾ സമർപ്പിക്കുന്ന നമ്മളെ ദൈവത്തിന് ഏറ്റെടുക്കാൻ കഴിയത്തില്ല. കർത്താവ് പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു. ദിവ്യ സമാധാനത്തിന് കോട്ട വരുന്ന ഒന്നിനെയും നാം ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കരുത്. ഈ ദിവസങ്ങളിൽ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ, ദൈവിക സമാധാനം പ്രാപിപ്പാൻ നമുക്ക് എത്ര വലിയ ഭാഗ്യ പദവി ദൈവം തന്നേക്കുന്നത്. സ്തോത്രം. ലോക മനുഷ്യർക്ക് അനുഭവിക്കാൻ കഴിയാത്ത എത്ര വലിയ ആഴമേറിയ സന്തോഷമാണ് കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് ലഭ്യമായത്. ഇവിടെ പറയാം, ഞങ്ങൾ പാപം അറിയാതിരുന്നപ്പോൾ എന്റെ മഞ്ഞ വേനൽക്കാലത്തെ ഉഷ്ണത്താൽ അസ്ഥിക്ക് ക്ഷയം വരുന്ന, ഉള്ളിൽ ജീർണത വരുന്ന, നമ്മുടെ ഉള്ളിൽ ജീർണിച്ച് അഴുകുന്ന ശരീരത്തിന് ക്ലേശങ്ങളുണ്ടാകും. ഏത് സ്കാനിങ്ങിലും ഏത് ഡയഗ്നോസിലും കണ്ടുപിടിക്കാൻ കഴിയാത്ത രോഗാതുരമായ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിന്, മനസ്സിന്, ശരീരത്തിന്, നമ്മുടെ ഇമോഷണൽ ലൈഫിലൊക്കെ ഉണ്ടാകുന്ന അവസ്ഥകളെല്ലാം വിട്ടുപിരിയുവാൻ ഒറ്റ കാര്യമാ, ഞാൻ എന്റെ പാപത്തിനോട് അറിയിച്ചു. എന്റെ അകത്ത് ഞാൻ മറച്ചില്ല. എന്റെ ലംഘനങ്ങൾ ദൈവത്തിൽ പറഞ്ഞു. ഹല്ലേലൂയ. അത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്തിലൂടെ പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ ഹല്ലേലൂയ അത് അവന്റെ അടുക്കലോടെ എത്തുകയില്ല. നീ എന്റെ മറുപടമാകും, നീ എന്നെ കക്ഷത്തിൽ സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസ ഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഞാൻ എന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു. പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ when we are disturbed, when we are having something against other people, praise God, what happens, we'll have a lot of troubles. നമുക്ക് വഴി തെളിഞ്ഞു വരത്തില്ല. നാം ചെയ്ത കാര്യങ്ങൾ ഷോപ്പെടുന്നില്ല. എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ചെയ്ത കാര്യങ്ങളൊന്നും ഷോപ്പെടുന്നില്ല. ചെയ്ത കാര്യങ്ങളൊന്നും നേരെയാകുന്നില്ല. സ്വതന്ത്രം. അതുകൊണ്ട് പറയുകയാ, നിങ്ങൾ ബുദ്ധിയില്ലാത്ത സ്വതന്ത്രം കുതിരി കോവർ കഴിഞ്ഞ പോലെയാണ്. അവയെ എപ്പോഴും കൺട്രോൾ ചെയ്യുന്ന സ്വതന്ത്രം, കൺട്രോൾ ചെയ്യുന്ന അവസ്ഥ. ദൈവം ഒരിക്കലും നമ്മളെ കുറിച്ച് അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നത് പുറത്തുള്ള കൺട്രോൾ അല്ല, അതിനപ്പുറമായി അകത്ത് കൺട്രോൾ. പുറത്ത് കൺട്രോൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം. പക്ഷേ അതല്ല, അതിനേക്കാൾ അകത്തുള്ളൊരു കൺട്രോളാണ്. അതിന് വലിയ ശക്തിയുണ്ട്. അത് നമ്മളെ കുറ്റം ചെയ്യാതിരിക്കും മാത്രമൊന്നല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയും, ദുഷ്ടന് വളരെ വേദനകളുണ്ട്, എന്നാൽ യഹോവയെ ആശ്രയിക്കുന്നവനോ
they are to do. അകത്തു നിന്ന് കൺട്രോൾ വരുമ്പോൾ ഹല്ലേലൂയ കുറ്റം ചെയ്യത്തില്ലെന്ന് മാത്രമല്ല ദൈവത്തിന്റെ ദയയുടെ പരിപാലനം നിനക്കെതിരെ യോസേഫ് പറഞ്ഞത് സഹോദരനോട് പറഞ്ഞു, നിങ്ങൾ എനിക്കെതിരെ ദോഷമായി ചെയ്തതും ദൈവം എനിക്ക് നന്മയ്ക്കായി. ഹല്ലേലൂയ. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാൽ ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ള പ്രിയമുള്ളവരെ നമുക്ക് ലഭിച്ച ക്ഷമ നമ്മോട് ക്ഷമിച്ചത് പാസ്റ്ററോട് ക്ഷമിച്ചത് അല്ല സഭയല്ല, ഡിനോമിനേഷൻ അല്ല, കമ്മിറ്റി അല്ല, സ്തോത്രം അതൊന്നുമല്ല, സ്തോത്രം ബോർഡല്ല, സ്തോത്രം നമ്മുടെ ജീവിത പങ്കാളിയല്ല, നമ്മുടെ കുഞ്ഞുങ്ങളല്ല, മാതാപിതാക്കളല്ല. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ക്ഷമ കാൽവരിയിലൂടെ നമുക്ക് ലഭ്യമായ ആവശ്യം. അതായിരിക്കണം നമ്മൾ എപ്പോഴും നിൽക്കുന്നത്. ഓ ഹല്ലേലൂയ, എനിക്ക് ക്ഷമിക്കേണ്ട, സഹിക്കേണ്ട, കണ്ണടക്കേണ്ട, വായു മൂടിക്കേണ്ട, ഓ പലതും ഒഴിഞ്ഞു മാറി പോകേണ്ട ഒരു അവസരം വരുമ്പോൾ അതിന് ഏറ്റവും വലിയ കാരണം ഈ രാജ്യത്തിന്റെ നിയമമല്ല. ഓ ഹല്ലേലൂയ, ചർച്ചിനെ പേടിച്ചല്ല, പാസ്റ്ററെ പേടിച്ചല്ല. അതിന് മുമ്പിൽ ഏറ്റവും വലിയ കാരണം എന്റെ ചീട്ടിനെ കീറി മാറ്റി, എന്റെ കണ്ടത്തെ എഴുതി വെട്ടി, ഹല്ലേലൂയ എന്ന് നേക്കുവാനുള്ള മേലെടുത്ത് എനിക്ക് വേണ്ടി മാറ്റി തന്ന അത് ദയ കാണിക്കുവാൻ, പരോപകാരം ചെയ്യുവാൻ, കരുണ കാണിക്കുവാൻ, ക്ഷമിക്കുവാൻ, സഹിക്കുവാൻ ഉള്ള ഏറ്റവും വലിയ പ്രേരണ ഇന്ന് പകൽക്കാലം എനിക്ക് മറ്റൊന്നുമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്റെ കർത്താവിന്റെ സ്നേഹമാ. ഹല്ലേലൂയ, സങ്കീർത്തനങ്ങളോട് ചേർന്ന് ആ ഭാഗ്യ പദവിയെ ഇന്ന് പകൽക്കാലം ഉരുവിടുവാൻ നമുക്കിടയായി. Let us recite, hallelujah, and say, I am forgiven, hallelujah, I am forgiven because of the love of Jesus. I am ready to implement that forgiveness into the life of others whenever I get a chance. Praise the Lord. Hallelujah, with the snare. Whenever you get a chance, hallelujah. Whenever, hallelujah, praise at the traffic stop, in the roadways, hallelujah, people may make mistake against us, hallelujah. People may show signs towards you, hallelujah. നമ്മളൊരു കാര്യം കൈ കാണിക്കുക, ആയി പറയുക അല്ല, സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് എല്ലാവരിലും പൊങ്ങി തന്നിട്ടില്ല, സ്തോത്രം അല്ല, എല്ലാവരിലും പൊങ്ങിയിട്ടില്ല. ഇതൊക്കെ നമ്മൾ നിരന്തരം അനുഭവിക്കുന്ന കാര്യം. പക്ഷേ അവിടെയൊക്കെ കാൽവറിയിലെ സ്നേഹം, കാൽവറിയിലെ സ്നേഹം നമ്മെ ശ്രേഷ്ഠനാക്കുന്നതാ പ്രിയമുള്ളവരെ. ഓ നമ്മൾ സ്വർഗീയ പൗരത്വമുള്ളവരാ, സ്വർഗീയ പൗരത്വമുള്ളവരാ. ഹല്ലേലൂയ. ഈ ദേശത്തെ പൗരത്വത്തിന്റെ ഒക്കെ ഏറ്റക്കുറച്ചിൽ വ്യത്യാസങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരുമ്പോൾ നമുക്കൊരു കാര്യമുണ്ട്. I am honored by my God. മനുഷ്യനെ തിരിച്ചാൽ മനുഷ്യനെ വകവെച്ചില്ലെങ്കിലും ഗൗനിച്ചില്ലെങ്കിലും എന്റെ പൗരത്വ സ്വർഗത്തിലാണ്. ആ സ്വർഗീയ സിറ്റിസന്റെ എല്ലാവിധമായ പ്രിവിലേജ് എനിക്കുണ്ട്. അതിന്റെ സ്വഭാവത്തിൽ, എന്റെ പ്രവൃത്തിയിൽ റിഫ്ലക്ട് ആകട്ടെ, പ്രതിഫലിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം കേൾപ്പിച്ച ആലോചനയ്ക്ക് ഇഷ്ടം അവിടെ ഞങ്ങളോട് ക്ഷമിച്ച ക്ഷമ അത് വലിയ വിലയുള്ളതാണ്. പലപ്പോഴും അതിന്റെ വില ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതിന്റെ ആ ഒരു പദവി ഞങ്ങൾ മറന്നുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങൾ ജീവിക്കുന്നത്. കർത്താവേ, ഞങ്ങളുടെ സൗന്ദര്യപ്പെടുന്ന ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ ചെറിയ ചെറിയ കൺസേൺസ്, ചെറിയ ചെറിയ കുറ്റങ്ങൾ, പരാതികളൊക്കെ പലപ്പോഴും ഞങ്ങൾ അതിനെ മുഴപ്പിച്ച് കാണിക്കുമ്പോൾ അവിടുത്തെ ക്ഷമയാണ് ഞങ്ങൾ മറക്കുന്നത്. 100, 10, 5 ഒക്കെ കടപ്പെട്ടവരോട് അവിടുത്തെ വലിയ ക്ഷമ, അവിടുന്ന് വലിയ ക്ഷമയോർത്ത് ക്ഷമിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഹല്ലേലൂയ. സുഹൃത്തുക്കാരായ ദാവീദോട് ചേർന്ന ഭാഗ്യ പദവിയിലേക്ക് ഞങ്ങൾ ഉയർത്തപ്പെടുവാനിടയാകണം. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾപ്പിക്കുകയാൽ യേശു കർത്താവിന്റെ നാമത്തിൽ നമ്മുടെ കൈകളിൽ ദൈവത്തെ സ്തുതിച്ചാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സാക്ഷ്യനായി Kids, please come forward for the members. Teach me your decrees, O Lord, and I'll keep them to the end. Give me understanding, and I'll obey your command, and I'll obey your instruction. Make me walk along the path of your commands, for that is where my happiness is found. Trust in the Lord with all your heart, lean not on your own understanding. Proverbs 3:5. Proverbs 35:6.
Every word of God is flawless. He is like a shield to those who take refuge in him. Do not add to his words, or he will rebuke you and prove you a liar. Praise God. Hallelujah. Psalm 23, 3 and 4. He restores my soul. He guides me in the path of righteousness for my name's sake. Even though I walk through the valley of shadow of death, I will fear no evil, for you are with me. Your word on yourself will comfort me. You prepare my table with me. You presence of my enemies. Amen. Praise Psalms 145 verses 8 and 9. The Lord is gracious and compassionate, slow to anger and rich in love. The Lord is good to all and compassionate to all that he has made. Colossians chapter 3 verse 17. And whatever you do in word or deed, do all in the name of the Lord Jesus, giving thanks to God the Father through him. Those who trust in God are like Mount Zion that cannot be shaken, but endures forever. Hallelujah. Bless the Lord, O my soul, and all that is within me. Bless the Lord, O my soul, and forget not all his benefits. Psalms 103 verse 1 and 2. Tomorrow is my birthday, everyone please pray for me. Psalm 91 verses 1 to 6. Whoever dwells in the shelter of the Most High will rest in the shadow of the Almighty. I will say of the Lord, He is my refuge and my fortress, my God in whom I trust. Surely He will save you from the foulest snare and from the deadly pestilence. He will cover you with His feathers, and under His wings you will find refuge. His faithfulness will be a shield and buckler. You will not fear the terror of night, nor the air that flies by day, nor the pestilence that stalks in the darkness, nor the plague that destroys midday. Romans 10 verses 9 to 13. If you declare with your mouth Jesus is Lord and you believe in your heart that God raised him from the dead, you will be saved. For it is with your heart that you believe and are justified, and it is with your mouth that you profess your faith and are saved. For, as Scripture says, anyone who believes in him will never be put to shame. For there is no difference between Jew and Gentile. The same Lord is Lord of all and richly blesses all who call on him. For everyone who calls on him will be saved. Psalm 36 verses 5 to 6. Your mercy, O Lord, is in the heavens. Your righteousness reaches to the clouds. Your righteousness. Psalm 36 verses 5 to 6. Your mercy, O Lord, is in the heavens. Your faithfulness reaches to the clouds. Your righteousness. Praise God. Hallelujah. It's like the highest mountain. Your righteousness is like the great mountains. Your judgments are a great deep. O Lord, you preserve men in peace. Praise God. Is anyone among you suffering? Let him pray. Is anyone cheerful? Let him sing praise. Is anyone among you sick? Let him call for the elders of the church and let them pray over him, anointing him with oil in the name of the Lord. For the prayer of faith will save the one who is sick. The Lord will raise him up, and if he has committed any sins, they will be forgiven. Therefore, confess your sins to one another and pray for one another that you may be healed. For the prayer of a righteous person has great power and it is worth it. James 5 verses 13 to 16. To the contrary, if your enemy is hungry, give him something to eat. If he is thirsty, give him something to drink. For by doing so, you will heap a coal onto his head. And do not be overcome by evil, but overcome evil with good. Romans 12, 20 to 21. തേജസ്സിലെ യേശുവിൻ പൊൻമുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ തേജസ്സിലെ യേശുവിൻ പൊൻമുഖം
Let us go to the word of God. ദൈവത്തിലേക്ക് നമുക്ക് പകൽക്കാലം ശ്രദ്ധ ഒരു വേദഭാഗം ദിവസത്തിൽ വായിച്ച് ചില ചിന്തകൾ പരിശുദ്ധാത്മാവ് പകർന്നു നൽകിയത് ഓർപ്പിക്കുവാൻ ദൈവനാമത്തിൽ ശ്രദ്ധ. Let's turn to the Bible and read some verses, and I would like to speak what the inspiration that the Holy Spirit has put in me. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭം നമുക്ക് വായിക്കാം. Let us read Matthew chapter 14, verses 22 to 33. മലയാളത്തിൽ ഇംഗ്ലീഷിൽ ദയവായി വായിച്ചു. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്ന് പടകു കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്നവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ ഒരു കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുകയാൽ, കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിനെ സംശയിച്ചു എന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടകിലുള്ളവർ, നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവരെ നമസ്കരിച്ചു. Immediately Jesus made his disciples get into the boat and go before him to the other side, while he sent the multitudes away. And when he had sent the multitudes away, he went up on the mountain by himself to pray. Now when evening came, he was there alone. But the boat was now in the middle of the sea, tossed by the waves, for the wind was contrary. Now in the 4th watch of the night, Jesus went to them walking on the sea. And when the disciples saw him walking on the sea, they were troubled, saying, "It is a ghost," and they cried out for fear. But immediately Jesus spoke to them, saying, "Be of good cheer, it is I, do not be afraid." And Peter answered him and said, "Lord, if it is you, command me to come to you on the water." So he said, "Come." And when Peter had come down out of the boat, he walked on the water to go to Jesus. But when he saw that the wind was boisterous, he was afraid, and beginning to sink, he cried out, saying, "Lord, save me." And immediately Jesus stretched out his hand and caught him and said to him, "O you of little faith, why did you doubt?" And when they got into the boat, the wind ceased. Then those who were in the boat came and worshipped him, saying, "Truly you are the Son of God." Praise the Lord. Hallelujah. വെള്ളത്തിന്മേൽ നടക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിലെ കാറ്റും കോളും വരുമ്പോൾ അതിന്മേൽ രാജാവായി എഴുന്നള്ളി വരുന്ന നമ്മുടെ കർത്താവിനെ കുറിച്ചാണ് ഇന്ന് പകൽക്കാലം സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. I'd like to talk to you about how Jesus walked on the water, and also the same way he walks over the problems that we have in our lives. Praise the Lord. വായിക്കുന്ന ഈ വേദഭാഗം നമുക്ക് പരിചയമുള്ളതാണ്. യേശു കർത്താവ് മാർബിൾ നടക്കുന്ന ലാഘവത്തോടെ കടലിന്മേൽ നടന്ന ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ആ പടകിലേക്ക് വന്ന ആ ഒരു സംഭവമാണ് നാം വായിച്ചത്. We are familiar with the story in the Bible where Jesus walked on the water and approached the disciples. Praise the Lord. കർത്താവായ യേശുക്രിസ്തുവാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്,
അക്കരയ്ക്ക് പോകാൻ, അല്ലേ? Jesus is the one who told the disciples to go to the other side of the shore. പക്ഷെ കർത്താവിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചവർക്ക് എതിർപ്പെടേണ്ടി വന്നത് വലിയ കൊടുങ്കാറ്റ്. But the disciples who heard God's voice, they were faced with a great storm. Praise the Lord. നമ്മുടെ ജീവിതയാത്രയിലും നാം കർത്താവിന്റെ വാക്ക് കേട്ട് ഇറങ്ങുന്നവരാകാം. എന്നാൽ നമുക്ക് പലപ്പോഴും കാറ്റും കോളും പ്രതിസന്ധിയും പ്രതികൂലങ്ങളും ഒക്കെ കർത്താവിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചാലും ഒരു പക്ഷേ എതിർപ്പെടേണ്ടി വരാമെന്ന് ഈ ഒരു സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. In our life journey, we hear God's word and we go into our Christian journey. But during that journey, we can also face a lot of storms. ഇത് പകൽക്കാലം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കൊടുങ്കാറ്റുകളുടെ അനുഭവങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാകാം. ഒരു പക്ഷേ നിങ്ങളൊരു കാറ്റ് കഴിഞ്ഞ ഒരു വലിയ കാറ്റും കോളൊക്കെ കഴിഞ്ഞു വലിയൊരു മഴ പെയ്ത് മാറി എന്ന് പറയുന്നത് പോലെ ആ അനുഭവത്തിലാകാം. ഒരു പക്ഷേ കാറ്റിലേക്ക് പ്രവേശിക്കാൻ എന്തോ ഒരു പ്രയാസം വരുന്നുണ്ട് എന്ന് വിചാരിച്ച് കാറ്റിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നവരാകാം. അല്ലെങ്കിൽ വലിയ കൊടുങ്കാറ്റിന്റെ മധ്യത്തിൽ നിൽക്കുന്ന അനുഭവത്തിലുള്ളവരാകാം. വ്യത്യസ്തമായ അനുഭവങ്ങളാകാം. Today, believers, in today's life journey, you might be just getting out of a storm, or you might be in the midst of a storm, or you might be even entering a storm. എന്നാൽ എന്ത് തന്നെയായിരുന്നാലും കാറ്റിന്റെയും കോളിന്റെയും പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ ഇതിൽ പുതുമയുള്ളതല്ല. അത് എന്ത് തന്നെ ആയിരുന്നാലും ഒരു കാര്യം ഞാൻ നമ്മളോട് പറയട്ടെ, നമ്മുടെ കർത്താവ് നമ്മെ ഏത് കാറ്റിലും ഏത് പ്രതികൂലത്തിലും കാണുന്ന ഒരു ദൈവമാണ്. No matter what storm you're going through, I just want to let you know one thing, that our God sees us even through the storm. ശിഷ്യന്മാരുടെ അനുഭവം, ഈ പടകിലേക്ക് അവർ കയറി കർത്താവ് പറഞ്ഞ പൊക്കോളാൻ, പക്ഷെ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ വലിയ കൊടുങ്കാറ്റ് വന്നു. എന്നാൽ അവർക്ക് കർത്താവിനെ കാണാൻ കഴിയുന്നില്ല. അവർക്ക് കാണാൻ കഴിയുന്നത് കാറ്റും കോളും പടക കുലയുന്നതും പ്രതികൂലം മാത്രം. The disciples heard the word of Jesus and went into the boat and they went into the lake, but they encountered the big storm, but they were not able to see Jesus in the midst of the storm. കർത്താവിന്റെ വാക്ക് കേട്ട് അനുസരിച്ചവർക്ക് ജീവിതത്തിൽ കൊടുങ്കാറ്റ് വരുമോ? Those who encountered Jesus in the life, they will see storms. ദൈവത്തിന്റെ വചനം അനുസരിച്ച്, വാക്കനുസരിച്ച് വിളി കേട്ട് ഇറങ്ങി തിരിച്ചവർ എന്തുകൊണ്ട് അവരെ ദൈവം ഈ കാറ്റിലും കോളിലും പ്രതികൂലത്തിലും കടന്നു പോകാൻ അനുവദിക്കും? Why does God allow the people who have left everything and gone into the way of Jesus, or heard the word of God and went into his way? പ്രിയമുള്ളവരെ, ഇതുപോലെ കാര്യങ്ങളോട് പറയട്ടെ. സ്തോത്രം. കർത്താവിനെ അനുസരിച്ച് ഇറങ്ങി തിരിച്ച കർത്താവിന്റെ വചനം കേട്ട പരിശുദ്ധാത്മാവിന്റെ നടത്തിക്കോടൊക്കെ പോകുന്ന അനുഭവങ്ങളിൽ നമുക്ക് കാറ്റും കോളും പ്രതികൂലങ്ങളും വന്നാലും ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ട്, എന്റെ കർത്താവ് എന്നെ കാണുന്നു, കർത്താവ് എന്നെ അറിയുന്നു, എന്നെ കൈവിടാത്ത കർത്താവിനെ വേണ്ടി ജീവിക്കുന്നു. Those who heard the word of God and left everything behind and are walking through the way of the Holy Spirit, one thing I want to let you all know, that God sees you when you cannot see him in the storms. കർത്താവായ യേശുക്രിസ്തു നമുക്കറിയാം. നാം വായിക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം നാം വായിക്കുന്നുണ്ട്. കർത്താവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് പരീക്ഷിക്കപ്പെടുക, സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാൻ സ്തോത്രം മരുഭൂമിയിലേക്ക് നടത്തപ്പെടുന്നത്. പരിശുദ്ധാത്മാവ് നയിച്ചത്, പക്ഷെ മുമ്പിൽ പരീക്ഷയെ. But in Luke chapter 4 verses 1, we see that Jesus, full of the Holy Spirit, was led by the Spirit into the wilderness for the temptation. അബ്രഹാമിന്റെ ജീവിതം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, കർത്താവ് ദൈവമാണ് പറഞ്ഞത്, യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോവുക. പക്ഷെ ഒരുപാട് പ്രതികൂലങ്ങൾ അബ്രഹാം ആ യാത്രയിൽ അനുഭവിച്ചു. Even in Genesis chapter 12 verses 1, God told him, go from your country and leave your father's house and go to the land that I will show you. But during this whole process, he encountered a lot of problems. പ്രിയമുള്ളവരെ, കാറ്റ്, പ്രതികൂലങ്ങൾ, വെല്ലുവിളി, തിര, ഓളങ്ങൾ, ചെങ്കടലുകളുടെ അനുഭവങ്ങൾ, യോർദാൻ അനുഭവങ്ങൾ, ഇതൊക്കെ പ്രതികൂലമാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ പറയട്ടെ, ഈ കാറ്റിന്റെയും പ്രതികൂലത്തിന്റെയും നടുവിലും നമുക്ക് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ തുണയായിട്ടുണ്ട്. Dear believers, I just want to tell you, even though you go through a lot of storms, a lot of difficulties, a lot of depression, one thing you should understand is, through these storms, we are reminded of the promises of God. Praise the Lord. Hallelujah. കർത്താവ് പറഞ്ഞ അക്കരയ്ക്ക് പോവാ. സോ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഡെസ്റ്റിനേഷൻ കർത്താവ് പറഞ്ഞാണ് നമ്മളെ ഇറക്കിയത്. God told them to go to the other part of the shore. Now, one thing we should understand from this is God has a destination in mind for us. ഈ യാത്രയുടെ ഇടയിൽ സംഭവിക്കുന്ന പ്രതികൂലങ്ങൾ, ഹല്ലേലൂയ, നമ്മുടെ ലക്ഷ്യത്തെ ബാധിക്കുവാൻ നമ്മുടെ കർത്താവ് അനുവദിക്കുന്നില്ല. When we go through this journey, God will not let anything happen to hinder to us to reach the destination. നിത്യതയ്ക്ക് വേണ്ടി നമ്മെ വിളിച്ചിറങ്ങിയ കർത്താവിന് നമ്മെ നിത്യതയോളം സത്യകൂട്ടാളിയായി നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന കർത്താവിനെ നാം സേവിക്കുന്നത്. The God who has called us to attain eternity would be with us throughout the whole journey to attain that eternity. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ,
കാറ്റും കോളും തിരമാലയും പ്രതികൂലങ്ങളും ഒരു കാര്യം നമ്മെ അറിയിക്കുന്നു, നാം ആരുടെ വാക്ക് കേട്ട ഇറങ്ങി തിരിച്ചത്? വാഗ്ദത്തങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. അത് ഓർക്കുവാൻ ഉള്ളൊരു അവസരമായി മാത്രമേ ഈ പ്രതികൂലങ്ങളെ നാം കാണാവൂ. So one thing I want to remind you believers is when we go out into this journey, one thing we should focus into that. One thing we should focus is that we should realize who is with us during the journey. പുരുഷാരത്തിന് പറഞ്ഞു വിട്ടു, ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് കർത്താവ് പോയത് മലമേലാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി. Even though God sent them to the boat to go through the lake, he went into the mountain to pray. Praise the Lord. രാത്രിയുടെ 4-ാം യാമത്തിൽ മലമേൽ നിന്ന ശിഷ്യന്മാർ വലയുന്നത് കണ്ട കർത്താവ് കടൽമേൽ നടന്നു വരികയാണ്. And on the 4th watch of the night, Jesus went to them walking on the sea. 4th watch എന്ന് പറയുമ്പോൾ 4-ാം യാമം എന്ന് പറയുമ്പോൾ ഏകദേശം early morning 3 മണിയാണ്. The 4th watch means early morning at 3 a.m. Praise the Lord. 3 a.m. പാസ്റ്റർ വീട്ടിൽ വിസിറ്റ് ചെയ്യുന്നത് നിങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. None of you would like the pastor visiting you. എത്ര വലിയ പ്രതികൂലം അതിൽ 3 മണിക്ക് വന്ന് പാസ്റ്റർ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. No matter what difficulties we go through, we don't expect. പക്ഷെ പ്രശ്നം അത്രയ്ക്ക് പ്രതികൂലമാണെങ്കിൽ, if you are so desperate, ഹല്ലേലൂയ, നാം ടൈം നോക്കത്തില്ല. കർത്താവേ നീ ഇന്ന് വന്നാ മതി. But when we are so desperate in our situation, we would not care about the time. We just want Jesus to come. പ്രതികൂലം വളരെ ശക്തമാണെങ്കിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് അറ്റൻഡ് ചെയ്യും. When the storms are very difficult in our life, we will attend the prayer. അല്ലേ? സ്തോത്രം. പ്രതികൂലം വളരെ ശക്തമാണെങ്കിൽ ഞാൻ വളർന്ന തോന്നിയാമല ഈസപ്പ അവിടെ പിള്ളേര് പ്രാർത്ഥനയ്ക്ക് സ്ഥിരം വരുന്ന ആളുകളുണ്ട്. എന്നാൽ ചില സമയത്ത് നമ്മൾ ചില ആളുകളെ കാണും. I remember when I was in church in Kerala for our fasting prayer, we used to see regular people, but sometimes we see people who are not that regular. എന്തുകൊണ്ടാണെന്നറിയാമോ? നിൽക്കക്കണ്ണില്ലാതായിരുന്നു. Do you know what the reason is? Because they are very desperate. Very desperate. When we are so desperate, നമുക്ക് വളരെയധികം ആവശ്യമുള്ളപ്പോൾ സംഗീതകാരൻ പറയുന്നത് പോലെ ഹല്ലേലൂയ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. When we are desperate, and like the psalm says that God looks into the heart of a desperate person. Many times we don't see our Lord. പലപ്പോഴും നാം കർത്താവിന്റെ വരവ് പ്രതീക്ഷിക്കും. കർത്താവ് ഇപ്പോൾ ഒന്ന് പ്രവർത്തിക്കണം, പക്ഷെ കർത്താവ് വരുന്നില്ല. എന്തുകൊണ്ട് കർത്താവ് താമസിക്കുന്ന അറിയാമോ? We are not desperate. നാം അത്ര അവസാനത്തെ അവസ്ഥ നെല്ലിപ്പലയിലേക്ക് എത്തിയിട്ടില്ല. അവസ്ഥയിലെത്തുമ്പോൾ we are so desperate. ആ സമയത്ത് കർത്താവ് വന്നിരിക്കും. So many times in our storm, we don't see Jesus as there. The reason being is we are not that desperate. But when we reach the level of desperation that we really want, that's when Jesus shows up. നമ്മുടെ കർത്താവിന് പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ടാവില്ല. എപ്പോഴാണ് വരേണ്ടത്, ഏത് സമയത്ത് വരണമെന്നും പറയണം. നമ്മൾ വിളിച്ചപേക്ഷിച്ചാൽ മതി. നമ്മുടെ അവസ്ഥ നന്നായി അറിയും. നാം കാണാത്തപ്പോഴും നമ്മെ one who sees us even when we cannot see. നാം കാണാത്തപ്പോഴും നമ്മെ കാണുന്ന കർത്താവ്, കാറ്റിന്റെയും കോളിന്റെയും തിരമാലയുടെ നടുവിൽ നമ്മെ നന്നായി കാണുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. We worship our God who sees us during the storms. Even if we are not able to see Him, He sees us. Praise the Lord. ഇന്ന് പകൽക്കാല ദിവസത്തിലായിരിക്കുമ്പോൾ കർത്താവേ നീ എന്നെ കാണുന്നു. എൽറോയി, ഹല്ലേലൂയ, ആദരനെ കണ്ട ദൈവം, മരുഭൂമിയിൽ ഹല്ലേലൂയ ജനത്തെ കണ്ട ദൈവം, അബ്രഹാമിനെ കണ്ട ദൈവം, ജനത്തെ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ വഴി നടത്തിയ ദൈവം. ഓ എൽറോയി, എൽറോയി, ഓ മൈ ഗോഡ് ഹു സീസ് മീ, എന്നെ കാണുന്നവൻ, എന്നെ കാണുന്നവൻ. ഹല്ലേലൂയ. ആ കർത്താവിനെ ഓർത്ത്, ആ ദൈവത്തിന്റെ കാഴ്ചയെ ഓർത്ത്, ദൈവം നമ്മെ നോക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാണ്. The Spirit of God who sees us during the more difficult storms, who see Abraham during his journey, and also during the Israelites when they passed through the wilderness. It is a God who saw them, and we should praise Him. രണ്ടാമതായി നമ്മുടെ ദൈവത്തിന് അറിയാം എപ്പോഴാണ് നമ്മുടെ അടുക്കലേക്ക് വരേണ്ടത്. And secondly, God knows exactly when to show up. Jesus comes to us at the right കറക്റ്റ് സമയത്ത്, ശരിയായ സമയത്ത്. അല്പം താമസിക്കുകയില്ല, അല്പം നേരത്തെ അല്ല, കറക്റ്റ് സമയത്ത്, ശരിയായ സമയത്ത് നമ്മുടെ അടുക്കിലേക്ക് വരുന്നുണ്ട്. Jesus comes to us at the right time. He's not never too early or never too late. He always comes at the right time. കർത്താവ് വരുമ്പം നമുക്ക് ടൈമിങ്ങിനെ പറ്റിയൊക്കെ ഇച്ചിരി പരാതിയും പരിഭവമൊക്കെ ഉണ്ടെങ്കിലും ഇൻ ദ ലോങ് റൺ അല്പം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കർത്താവ് നേരത്തെ വരാതെ നന്നായി. We might think that it might not be a suitable time for God to come according to our thinking, but later down the line we understand that it is a good thing that Jesus He did not come at that early at that time. എൻ്റെ ജീവിതത്തിൽ പല അനുഭവങ്ങളുണ്ട്. In my life, I have many experiences. പലപ്പോഴും പല അവസരങ്ങളും കയ്യെത്തുന്നവരും നഷ്ടപ്പെടുമ്പോൾ ദൈവത്തോട് പരാതി പറഞ്ഞ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. നിങ്ങളെ പോലെ many times when I was able to reach my goal and I was not able to reach it, sometimes I complained to God, why did this happen? പിന്നീട് അത് അന്ന് സംഭവിക്കാത്തതിൽ, അന്ന് ലഭിക്കാത്തതിൽ
ദൈവത്തിന് വളരെ നന്ദി പറഞ്ഞ അനുഭവങ്ങളുണ്ട്. But later, many times I thank God for not letting me to reach that situation. Praise the Lord. ഒരുപക്ഷേ ഞാൻ അന്ന് പ്രാർത്ഥിച്ചത് ഒരുപക്ഷേ കർത്താവ് നിറവേറ്റിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ കഴിയത്തില്ല. Even I've thought many times if God has allowed me to attend the board, I would not stand over here preaching right now. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾക്കായി പ്രാർത്ഥന തക്ക സമയത്ത് കേട്ടതിനാൽ, തക്ക സമയത്ത് മറുപടി തന്നതിനാൽ, തക്ക സമയത്ത് നമ്മെ വിടുവിച്ചതിനാൽ ദൈവത്തിന് സ്തുതിച്ചാട്ടെ. Let's praise God for delivering us at the right time and answering our prayers at the right time and helping us at the right time. ഹൃദയനുറുക്കത്തോടെ നാം ഡെസ്പറേറ്റ് ആയി നമ്മുടെ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു കർത്താവാണ്. We worship a God who shows himself at our most desperate times. Praise the Lord. ഹല്ലേലൂയ. കർത്താവ് ഒരിക്കലും നമ്മെ കൈവിടുന്നതല്ല. കർത്താവിനെ അറിയാം നന്നായിട്ട്. സ്വതം നന്നായി നമ്മയും നമ്മുടെ പാതകളെയും നാം സഞ്ചരിക്കുന്ന സഞ്ചാര പദത്തെ പന്ഥാവുകളിൽ നന്നായി അറിയാവുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. God knows exactly what our path is and he knows exactly what we go through and he will not let us go. ഒരു ഭാര്യ ഭർത്താവ് ഒരു ദിവസം അവരുടെ വിവാഹ വാർഷികത്തോട് ക്രൂസിന് പോയി. One time a couple for their wedding anniversary they went on a cruise. ഇതുവരെ ക്രൂസിൽ യാത്ര ചെയ്യാത്ത ആളുകളാണ്. അവര് കുറെ നാൾ പൈസയൊക്കെ സേവ് ചെയ്ത് സാധാരണ ആളുകൾ അവർ ക്രൂസ് ഷിപ്പിലേക്ക് പോയി. They have never been on a cruise before, but they saved for a long time and they decided to go for this. ഇങ്ങനെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കപ്പിത്താന്റെ അല്ലെങ്കിൽ ക്യാപ്റ്റന്റെ ഒരു അനൗൺസ്മെന്റ് വന്നു. ഇനിയുള്ള 2-3 മണിക്കൂർ വളരെ കടൽ പ്രക്ഷുബ്ധമാണ്, വളരെ ശക്തമായ കാറ്റടിക്കും, അതുകൊണ്ട് ഇന്നെല്ലാവരും ബക്ലപ്പ് ചെയ്യണം, സൂക്ഷിക്കണം. അതായത് വാർണിംഗ്സ് എല്ലാം ക്യാപ്റ്റന്റെ മെസ്സേജ് വരുന്നുണ്ട്. Then they heard over the sound system the captain saying that for the next 2-3 hours there's going to be a lot of stormy winds. You should buckle up and be safe. അപ്പം അച്ഛൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി, ബക്ലപ്പ് ചെയ്യാനും. അതുകൊണ്ടില്ലയോ അപ്പൊ അറിയത്തില്ലല്ലോ, അവരുടെ നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ അമ്മാമ്മയ്ക്ക് ഈ അനൗൺസ്മെന്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല. So the husband, because he heard these instructions, he started getting ready and started buckling up. But the wife, she was not happy to hear about this instruction. അച്ഛൻ സ്ട്രേറ്റ് ഫോർവേഡ് എന്ത് പറയുന്നു അതുപോലെ ഫീൽ ചെയ്യും. പക്ഷെ സഹോദരിമാരിങ്ങനെ പതിനെ ചിന്തിക്കും. അവർക്ക് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളിക്കാരി അച്ഛനെ വിളിച്ചത് പറഞ്ഞു, ക്യാപ്റ്റനോട് പറ കാറ്റ് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പോയാൽ മതി. കാറ്റ് കഴിഞ്ഞ ഈ കാറ്റിനകത്തോട്ട് പോകേണ്ട വല്ല ആവശ്യമുള്ളൂ. നമുക്ക് ധൃതി എന്തോ ഇത്ര ദിവസം കിടക്കില്ലേ, അതുകൊണ്ട് കാറ്റ് കഴിഞ്ഞ് ആ കാറ്റിനകത്തോട്ട് പോയാൽ മതി, ഇവിടെ വേണം പാർക്ക് ചെയ്യാൻ പറയാൻ അച്ഛനോട് ഒരു ഉപദേശം പോലെ പറഞ്ഞു. അച്ഛനോട് ഞാൻ ഇപ്പൊ ക്യാപ്റ്റനോട് ചോദിച്ചിട്ട് പറയാൻ പറഞ്ഞു. Then the wife told the attendant of the ship is like, we are not in such a hurry, wait till the storm passes, we can park in that one place and then once the storm passes, we can start going through it again. വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ കാറ്റിനകത്തോട്ട് പോയി അങ്ങോട്ട് പോയി ചെല്ലേണ്ട ആവശ്യമില്ല, എന്തായാലും കാറ്റിങ്ങോട്ട് വരത്തില്ലല്ലോ. അതുകൊണ്ട് ആ രീതിയിൽ പുള്ളിക്കാരി ചേച്ചി ഇവിടെ നമ്മുടെ സിറ്റിയിൽ പോകുന്ന വണ്ടിയുടെ ട്രാഫിക് ജാമുകളോ ഒഴിവാക്കി GPS ഇട്ട് പോകുന്ന പോലെ ആ ക്രൂസ് എന്ന് വിചാരിച്ച് ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. So the lady gave this opinion to this attendant, thinking like how we wait at the traffic over here, we just wait till it clears and then we can go through. She thought the same thing might happen at the cruise where the wind would just go pass and then they can continue the journey. Captain വളരെ മര്യാദയ്ക്ക് ക്യാപ്റ്റൻ ഇഗ്നോർ ചെയ്തില്ല കേട്ടോ. ഇഗ്നോർ ചെയ്താൽ പിന്നെ വലിയ വിഷയങ്ങളുണ്ടാവും. സഹോദരിമാരുടെ ഇവിടെ ഇഗ്നോർ ചെയ്താൽ വലിയ അതിൽ വരുന്ന കാറ്റിനേക്കാൾ വലിയ കാറ്റായിരിക്കും ഞാൻ അനുഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ക്യാപ്റ്റൻ വിചാരിച്ചു അച്ഛനെ ഓർത്ത് ക്യാപ്റ്റൻ മറുപടി അറ്റൻഡറിന്റെ അടുത്ത് കൊടുത്ത് അയച്ചു. So the captain did not ignore this request. He wanted to make sure that he addresses this concern and then he gave this message to this attendant. Captain പറഞ്ഞു, നിങ്ങളല്ല ഈ ഷിപ്പിന്റെ ക്യാപ്റ്റൻ, ഞാനാണ് ഈ ഷിപ്പിന്റെ ക്യാപ്റ്റൻ. The attendant said to the lady, like, you are not the captain of the ship. The captain, he is the captain of the ship. അതാണ് ആദ്യത്തെ റെസ്പോൺസ്. ഫസ്റ്റ് നമുക്കറിയാം, ഞാനാണ്, എനിക്കറിയാം, leave it into my hands. I am the captain. I don't need your suggestion. രണ്ടാമതായി ഉള്ള ആൻസർ പ്രകാരമായിരുന്നു, ദിസ് ഷിപ്പ് ഈസ് മെയ്ഡ്, ഈ കപ്പൽ ഉണ്ടാക്കിയത് ഈ കാറ്റ് മനസ്സിൽ കണ്ട് ഉള്ള എഞ്ചിനീയേഴ്സ് ആണ്. The second response he gave is the ship was made in such a way by the engineers that they are able to face the stormy winds. They made the ship by keeping such storms in their mind. ഈ എഞ്ചിനീയേഴ്സ് ഈ കാറ്റും കോളും തിരമാലയൊക്കെ അതിനെ ചെറുത്തു നിൽക്കുവാനുള്ള ക്ഷമത ഉള്ളിൽ കണ്ടുകൊണ്ടാണ് ഈ കപ്പൽ ഉണ്ടാക്കിയിരിക്കുന്നത്. They had this idea in their minds that the ship is able to withhold these strong winds. So buckle up and sit back and relax. Let us face this. നമുക്കിതിനെ നേരിടാം.
കാരണം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഞാൻ ആദ്യമായിട്ടല്ല കാറ്റ് കാണുന്നത്, ഈ കപ്പലും ആദ്യമായിട്ടല്ല കാറ്റ് കാണുന്നത്. ഇതിന്റെ എഞ്ചിനീയേഴ്സ് അതിന് തക്കമായുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കാറ്റിന്റെ ലെവൽ അറിയാം, ആ ലെവൽ അനുസരിച്ച് ഇതിന് മുന്നേറുവാൻ കഴിയും. So sit back and relax, and we know I know about this stormy winds. The ship knows about the stormy winds. The engineers also know about the stormy winds, and we know how to level through these stormy winds. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രശ്നങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ്, നമ്മുടെ ഓരോരുത്തരുടെ പേര് കൊണ്ടുകൊണ്ടാണ് കർത്താവ് കാൽവരിയിൽ സകലവും നിവൃത്തിയായെന്ന് പറയുന്നത്. ഹല്ലേലൂയ. Jesus knew what our future was. He knew what was coming in our life, and that is how he laid his life to Calvary. ഇത് നീ അഭിമാനിക്കുന്ന കാറ്റ്, പ്രതികൂലങ്ങൾ, അത് ബന്ധങ്ങളിലായിരിക്കും, നിന്റെ സാമ്പത്തിക നിലവാരത്തിലായിരിക്കും, ശാരീരിക മണ്ഡലത്തിലാകാം. കാറ്റിനെ കർത്താവ് കാൽവരിയിൽ പരിഹരിച്ചതാ, പരിഹാരം വരുത്തിയിട്ടാ നിന്നെ അവൻ വിളിച്ചിറക്കിയത്. No matter what sort of storms goes through your life, it can be relationship, it can be job, it can be your health, but Jesus was he defeated these storms at the cross of Calvary. കർത്താവ് നമുക്ക് വേണ്ടി കാൽവരിയിൽ അതിന്റെ പരിഹാരം വരുത്തിയിട്ട് നമുക്ക് വേണ്ടി സകലവും നിവൃത്തിയായെന്ന് പറഞ്ഞ് നമ്മെ വിളിച്ചിറക്കിയ ഒരു കർത്താവിനെ അവൻ പിൻപറ്റുന്നത്. അവന്റെ മനസ്സിൽ ഈ കാറ്റുണ്ട്, ഈ കോളുണ്ട്. ഇന്ന് നീ ഇത് കാണുന്നത് കർത്താവ് ഇതിന് പരിഹാരം വരുത്തിയതാ. At the cross of Calvary, God he foresaw our situation, and in the cross of Calvary is where he brought all the solutions to it. കർത്താവ് നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ, പലപ്പോഴും കർത്താവ് നമ്മുടെ അടുക്കലേക്ക് നമ്മുടെ മറുപടിയുമായി കടന്നു വരുമ്പോൾ നമ്മൾ ഭയപ്പെടാം. Sometimes we fear when we come in God's presence with the stormy season. നമ്മുടെ ഭയമുളവാക്കുന്ന അനുഭവം ഒരുപക്ഷേ ഒരു വലിയ വിഷയം നമ്മൾ കാണുമ്പോൾ അത് പക്ഷേ കർത്താവിന്റെ മറുപടി കടലിന്മേൽ നടന്നൊരു മനുഷ്യൻ എന്ന് കണ്ടപ്പോൾ ശിശുപാലന്റെ ഭൂതമാണ് അല്ലേ. Sometimes when we see the fear in our lives, we might not recognize what it is. And just like how the disciples thought, they even thought it was a ghost. അവരുടെ നിലവിളിയുടെ, അവരുടെ സ്ട്രഗിളിന്റെ, അവർ തണ്ടുവലഞ്ഞ് ഭാരപ്പെട്ടതിന്റെ ഗലീല കടലിൽ അവരെ നശിച്ചു പോകുന്നത് തോന്നത്തക്കവിധമുള്ള പ്രതികൂലത്തിന്റെ മറുപടിയായിട്ടാണ് കർത്താവ് കടലിന്മേൽ നടന്നു വന്നത്. When the disciples saw that they were going to die in the storms, and through that trouble is when they saw Jesus. ഇന്ന് ഇവിടെ ഇരിക്കുന്നവർ പലരും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടി പ്രതീക്ഷിച്ച് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. We hear there are many believers who are praying about a solution or an answer from our prayer. പക്ഷേ ശിഷ്യന്മാരെ പോലെ പ്രാർത്ഥനയുടെ മറുപടി നമ്മിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഭയപ്പെട്ടു പോകാറുണ്ട്. But sometimes, like the disciples, when they see the response to their prayer, we might get scared. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മറുപടി എങ്ങനെയാ വരുന്നത് നമുക്കൊരു ധാരണയുണ്ട്. പലപ്പോഴും കർത്താവ് അസാധാരണമായ അവസ്ഥയിൽ കടലിന്മേൽ വെള്ളത്തിന്മേൽ നടന്നു വന്ന് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം നൽകുന്നു. Sometimes we might have an anticipation of how our prayers are going to be answered, but Jesus, he comes walking through that storm and walking through our troubles. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ അനുഭവം all over here who are sitting have that same experience. ഇന്നത്തെ ഒരു 15 വർഷം 20 വർഷം മുമ്പ് നാം ആരും ഡെൻവർ കണ്ടവരല്ല, കേട്ടിട്ടില്ല. ഞാൻ പലപ്പോഴും പറയാറുള്ളത് ഡെൻവറിന്റെ ഡി പോലും അറിയാത്തവർ. Many of us we have not even heard about Denver 10 to 15 years ago. നമ്മൾ പറഞ്ഞു കർത്താവേ പ്രാർത്ഥനയ്ക്ക് മറുപടി പ്രതീക്ഷിച്ചു, പക്ഷെ ഇങ്ങനെ മറുപടി പ്രതീക്ഷിച്ചു. I anticipated an answer to my prayer, but I didn't expect it to be this answer. അല്ലേ? എത്ര പറയാൻ കഴിയും? കർത്താവ് മറുപടി പ്രതീക്ഷിച്ചു, മറുപടി കർത്താവ് തരുമെന്ന് പറയാം, പക്ഷെ ഇങ്ങനെയല്ല പ്രതീക്ഷിക്കുന്നത്. ലാസറിന്റെ കുടുംബത്തില് കർത്താവ് 4 നാൾ വന്നപ്പോൾ സഹോദരന്മാർ പറഞ്ഞു ഇങ്ങനെ മറുപടി അല്ലേ ഇവിടെ വാർത്തയെ അറിയിച്ചപ്പോൾ പ്രതീക്ഷിച്ചത്. Many times we think it's like we prayed about this, but I did not expect this to be the answer. Just like the story of Lazarus, his sisters also said on the fourth day, this is not the answer that we were expecting. പറഞ്ഞതുപോലെ കപ്പത്താൻ കപ്പൽ ഓടിക്കാൻ തയ്യാറായില്ല. ക്യാപ്റ്റൻ പറഞ്ഞു നിങ്ങൾ പറയുന്നതല്ലോണ്ട് എനിക്ക് എന്റേതായ രീതിയുണ്ട്, കടലിന്റേതായ രീതിയുണ്ട്, കപ്പലിന്റേതായ രീതിയുണ്ട്. Just like the captain said to the lady, there is a way that I would drive the ship, and there is a way the ship would pass through the sea, and how we would level through the sea. കർത്താവിന്റെ മറുപടിയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ കർത്താവാന്ന് അറിഞ്ഞിട്ട് ദൈവത്തിന്റെ വഴിയായത് പേടിച്ചെങ്കിലും കുഴപ്പമില്ല, യേശുവാണല്ലോ അല്ലേ. ശിഷ്യന്മാർ അങ്ങനെയല്ലോ, ധൈര്യപ്പെടുവീൻ എന്ന് പറഞ്ഞപ്പോൾ അവരൊന്ന് റിലാക്സ് ആയി. When we hear the unexpected answer from Jesus, just like the disciples, they were able to calm when Jesus said to them, "Fear not." മറുപടി വന്നു, പേടി മാറി, കാറ്റടങ്ങി, കടലടങ്ങി, എല്ലാം ശാന്തമായി. അപ്പൊ പത്രോസ് ധൈര്യമായി. So when Jesus came, the stormy wind stopped, everything became calm, and then Peter was able to get some encouragement in him. പത്രോസ് പറയുകയോ കർത്താവേ നീ ആണെങ്കിൽ അല്ലേ കർത്താവേ
നീയാ ഭൂതമല്ല എന്ന് ഉറപ്പിച്ചു അല്ലേ? നീയാണെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം അല്ലെ? അങ്ങനെ പറഞ്ഞു. And Peter said to him, Lord, if it is you, command me to come to you on the water. ഹല്ലേലൂയ. പക്ഷേ കഥാവിന് വാങ്ങും ഒരു കുഴപ്പമില്ല, നീ പോര് എന്ന് പറഞ്ഞ് ഈ ബോട്ടിൽ ബാക്കി ഇരുന്നവർക്ക് ആർക്കും ഇല്ലാത്ത ധൈര്യം പത്രോസിനുണ്ട്. So even Jesus said to come, and when Peter went into the water, he had the sort of courage that none of the other disciples had. പ്രിയമുള്ളവരെ, അവിടെ നാം കാണുന്നുണ്ട് കർത്താവിനെ നോക്കി കർത്താവിന്റെ മേൽ കരം നീട്ടി അവൻ ആ വെള്ളത്തിന്മേൽ നടക്കുവാനിടയായി. Over here we see that Peter was able to go out of the boat and walk towards Jesus. അല്പം മുമ്പ് സ്തോത്രം മുങ്ങിച്ചാകും എന്ന് വിചാരിച്ചിരുന്ന ഹല്ലേലൂയ ഒരു വെള്ളം ഹല്ലേലൂയ തിരമാല അതിന്റെ പുറത്തോട് ഇപ്പൊ പത്രോസ് നടക്കുക. So Peter started walking through the water where they saw a lot of stormy winds. ഇതുപോലെ ഞങ്ങൾ പറയട്ടെ, ഉറപ്പായി ഒരു വാഗ്ദത്തമായി ദൈവത്തിന്റെ വചനത്തിന്റെ ഉറപ്പായി പരിശുദ്ധാത്മാവിൽ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇന്ന് നീ കാണുന്ന നിന്നെ ഭയപ്പെടുത്തുന്ന ഹല്ലേലൂയ കടത്തിലുണ്ട ഹല്ലേലൂയ ഇളകി പറയുന്ന പ്രതികൂലങ്ങൾ നിന്നെ ഭയപ്പെടുന്നുണ്ടാകാം. നാളുകളിൽ നീ അതിന്റെ പുറത്തൂടെ ഭയം കൂടാതെ കർത്താവിനെ നോക്കി സഞ്ചരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവകാര്യങ്ങളെ മാറ്റിമറിക്കുന്നു. ഹല്ലേലൂയ. Good morning. I just want to let you know that through the word of God you will be able to walk over the stormy waters through the power of Jesus. നമ്മെ ഇന്ന് ഭയപ്പെടുത്തുന്ന പ്രതികൂലങ്ങൾ, നമ്മുടെ തലയ്ക്ക് മീതെ കവിയുമെന്ന് പറയുന്ന വെള്ളങ്ങൾ, അത് നമ്മുടെ കർത്താവിന്റെ കാലിന്റെ കീഴില. ഹല്ലേലൂയ. So whatever the water or the stormy seas that are threatening us, that is over us, we should understand the feet of Jesus is over it. Yes. ഹല്ലേലൂയ. ഞാൻ മനസ്സിലായോ? നമ്മുടെ ഇന്നത്തെ പ്രതികൂലം അത് കർത്താവിന് മീതെയല്ല കേട്ടോ, അത് നമ്മുടെ മീതെ കവിയുന്നവരെ ഭയപ്പെടുന്നുണ്ടാകാം. എന്നാൽ ആ പ്രതികൂലങ്ങൾ എന്റെ കർത്താവിന്റെ കാൽക്കീഴയാ. The troubles that we go through, the difficulties that we go through, we might think that they are over us, or we should understand one thing: those difficulties are under the feet of Jesus. യേശുവിന്റെ നാമത്തിന് മുൻപിൽ അടിയറോ പറയാത്ത ഒരു പ്രതികൂലമില്ല, ഒരു രോഗമില്ല, ആ ഒരു ശക്തിയില്ല, ലോകശക്തിയില്ല, സാത്താന്യ ശക്തിയില്ല, ഒരു ശക്തിക്കും എന്റെ കർത്താവിന്റെ കാലിനോളം അടിയിലാണ് സ്ഥാനം, മുകളിലല്ല. ഹല്ലേലൂയ. In the front of the name of Jesus, there is no problems that can go against him, no powers, no powers of this Satan, no illnesses, nothing can stand in front of the name of Jesus. ഹല്ലേലൂയ. Praise the Lord. നമ്മുടെ കർത്താവ് അവൻ എല്ലാത്തെയും കാലിക്കീഴാക്കി സകലത്തിനും മേലായി അവന്റെ നാമം നൽകി ദൈവം ഏറ്റവും ഉയർത്തി നാം കാണുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സകലത്തെയും ജയിച്ച ജയവീര, the victorious Jesus. Hallelujah. God has praised Jesus above everything else, and everything is under his feet, and everything is victorious through his name. Praise the Lord. എന്നാൽ സംഭവിച്ചത് കർത്താവിൽ നോട്ടം മാറ്റിയപ്പോൾ faith and force, വിശ്വാസവും അതുപോലെ ആ ലക്ഷ്യത്തോടെയുള്ള നോട്ടം മാറിയപ്പോൾ പത്രോസ് താഴെ തുടങ്ങി. But when he lost his focus, and Peter lost his focus and took his eyes away from Jesus, then he started becoming scared. പ്രതികൂലങ്ങൾക്ക് മീതെ ശിരോപാപനമുള്ള മഹാപർവ്വതം പോലുള്ള വലിയ പർവ്വതങ്ങൾക്ക് മീതെ എന്റെ ദൈവം നമ്മെ നടത്തുമാറാക്കും. സമഭൂമിയാക്കി ദൈവത്തിന്റെ പുറത്തൂടെ നമ്മെ നടത്തും. ചെങ്കടലിൽ വഴിയൊരുക്കിയവൻ, യോർദാനെ തടഞ്ഞവൻ, ഹല്ലേലൂയ, യോർദാനിൽ കൂടെ ജനത്തെ നടത്തിയവൻ, ഹല്ലേലൂയ, മരുഭൂമിയിൽ ജനത്തെ വഴിയെ നടത്തിയവൻ, അഗ്നി മേഘ സ്തംഭത്തിൽ ജനത്തെ പരിപാലിച്ചവൻ, അതേ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമ്മയും പ്രതികൂലത്തിന് മീതെ നടത്തുമാറാക്കും. ഹല്ലേലൂയ. Jesus who divided the Red Sea and who divided the Jordan River and also helped the people walk through the wilderness, he is the God who will guide you through the storm. പക്ഷേ നമ്മുടെ നോട്ടം മാറിയ, നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോയാൽ, ഹല്ലേലൂയ, പുറത്തുള്ള കാറ്റിനേക്കാൾ വലിയ കാറ്റ് നമ്മുടെ അകത്ത് നാം അനുഭവിച്ചറിയാനായിത്തീരും. But if we lack our faith or if we lose our focus, then the great storms will be inside us. പത്രോസ് മനസ്സിലാക്കി, പുറത്തുള്ള തിരമാലയേക്കാൾ വലിയൊരു തിരമാല, വലിയ പ്രതികൂലമായ എന്റെ ഉള്ളിൽ, അത് അവിശ്വാസമെന്ന, ലക്ഷ്യബോധമില്ലാത്ത യാത്രയെന്ന ആ വലിയ കൊടുങ്കാറ്റ അത് നമ്മെ വെള്ളത്തിൽ താഴ്ത്തി കളയും. Peter then realized that because of his lack of faith, there is a great storm within him. കർത്താവ് കൂടെ ഉള്ളപ്പോഴാണ് നോക്കണം. കർത്താവ് കൂടെ ഉള്ളപ്പോഴാണ് നോക്കണം. We should understand that Jesus was with him. അല്ലേ? കർത്താവ്
എന്റെ സാന്നിധ്യം ഇല്ലായിരുന്നപ്പോഴാണ് കാറ്റിൽ പോലെ അവരെ പൊക്കാൻ തുടങ്ങിയത് അല്ലേ? അതിപ്പോ കർത്താവ് കൂടുണ്ടെന്ന് ഓർത്തോളം എന്നിട്ടും അവൻ താഴ്ന്നു. So over here we realize that God was not with them in the beginning of the storm, but during after that He was with them, and during when Jesus was with Peter, he lost his focus and started sinking. വലിയ മർമ്മം ഞങ്ങളോട് പറയട്ടെ. Let me tell you a great truth. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഫിസിക്കലി ഇഫ് യു ഫീൽ God is there, but we should make sure നമ്മൾ വളരെ ശക്തമായി ഉറപ്പാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഉള്ളിലെ വിശ്വാസം, കർത്താവുമായി നമ്മുടെ ഹൃദയത്തിലുള്ള ബന്ധം, ആരാധനയ്ക്ക് വരുന്നത് കൊണ്ടോ ഒരു ചർച്ചിനകത്ത് വന്നിരിക്കുന്നത് കൊണ്ടോ മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ടൊന്നും അല്ല. സ്തോത്രം. എന്റെ കർത്താവിനെ യഥാർത്ഥമായി എൻ്റെ ഉള്ളിൽ വിശ്വാസത്തിൽ സ്വീകരിപ്പാൻ ഉൾക്കൊള്ളുവാൻ എനിക്ക് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കൊടുങ്കാറ്റ് അവിശ്വാസം എന്ന കൊടുങ്കാറ്റ്, ഹല്ലേലൂയ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ഉണ്ടായിരുന്ന ഞാൻ പറയുന്നല്ലോ, അത് ഒഴിവാൻ എൻ്റെ കർത്താവിന് കഴിയും. One thing you should understand is that we should have the faith inside us, that we should have the personal relationship with God, so that no matter what difficulties or storms come in our life, we are able to face it. പത്രോസ് വെള്ളത്തിൽ മുങ്ങി നടന്നപ്പോൾ ബോട്ടിലുള്ള മറ്റു ശിഷ്യന്മാർ തിരിച്ചാണ് അല്ലയോ, എന്തോ വല്ല ആവശ്യം ഉണ്ടായിരുന്നു, എന്തിനാ ഇപ്പൊ ഇറങ്ങി തിരിച്ചു അല്ലേ? നമ്മൾ പറയും എന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. When Peter started sinking, the other disciples might have laughed about it, and they might have thought, why would he get himself in this situation? വചനത്തിൽ പറയുന്നില്ല എങ്കിലും നമുക്കറിയാം അല്ലേ, നമ്മുടെ സ്വഭാവം നമുക്കറിയാം. It might not be said in the word, but we know through our behavior how it is. നമ്മളൊക്കെ അപേക്ഷിച്ചാണ് ശിഷ്യന്മാർ. We are no different from the disciples. അപ്പോൾ അവരെ പക്ഷേ ഉള്ളിൽ തിരിച്ച് കാണുമല്ലേ, കർത്താവെ പേടിച്ച് പുറത്ത് തിരിച്ചില്ലെങ്കിൽ കമന്റ് പറഞ്ഞില്ലെങ്കിൽ ഉള്ളിൽ പറഞ്ഞാണ്, അനിയനും പറഞ്ഞാണ്. തോമസ് ആയിരിക്കും ആദ്യം പറഞ്ഞല്ലേ, കൈ പത്രോസിന്റെ ആവശ്യം. They might not said it now, but they might have thought it inside their heart. Especially Thomas might have said it inside. ഒരു ചിന്താഭിപ്രായം പറഞ്ഞു, ഇതിങ്ങനെ വിളിച്ചിട്ട് ഒരു ചിന്താഭിപ്രായം പറഞ്ഞു, a wet Peter is better than a dry Thomas. എന്ന് പറഞ്ഞാൽ നനഞ്ഞ പത്രോസാണ് ഭേദം. നനയാൻ നിന്ന തോമസിനേക്കാൾ നനഞ്ഞ പത്രോസാണ് ബെറ്റർ. There is a saying where it's better to have a wet Peter than a dry Thomas. Praise Lord. പലപ്പോഴും നമുക്ക് ധൈര്യമില്ല. Sometimes we don't have that the bravery. നമുക്കറിയാം നമ്മുടെ വിശ്വാസത്തിന്റെ അളവൊന്നും വലിയ മെച്ചമല്ലെങ്കിലും നമ്മൾ അങ്ങ് ഇറങ്ങി തിരിക്കും. ഹല്ലേലൂയ. കർത്താവേ നീ ഉണ്ടല്ലോ, നീ ആണെങ്കിൽ എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചവർ അവരുടെ മേലാണ് ദൈവത്തിന്റെ കരം ദൈവം നീട്ടിയത്. ഹല്ലേലൂയ. We might not be matured in our faith, but even with less faith, we are able to leave everything behind and go follow Jesus. ആ ബോട്ടിൽ നിന്ന് മറ്റു ശിഷ്യന്മാരെ ആരെയും കർത്താവ് കരം നീട്ടി പിടിച്ചില്ല. എന്നാൽ വെള്ളത്തിലിറങ്ങി മുങ്ങുമാറായ പത്രോസിന്റെ മേൽ എന്റെ കർത്താവിന്റെ കരം നീട്ടപ്പെട്ടു. Jesus did not stretch his hand to the disciples of the boat, but when Peter came out and when he started sinking, Jesus stretched out his hand. പ്രിയമുള്ളവരെ, പലപ്പോഴും അവിശ്വാസമാണ് പുറത്തുള്ള കൊടുങ്കാറ്റിനേക്കാൾ ശക്തമായ നമ്മെ മുങ്ങി താഴ്ത്തുവാൻ, നമ്മെ തകർത്ത് കളയുവാൻ പ്രാപ്തമായ കൊടുങ്കാറ്റ് പലപ്പോഴും അവിശ്വാസമുള്ള ഹൃദയമാണ്. Dear believers, sometimes the lack of faith is more causes more dangerous. It's more dangerous than the stormy waves in our lives. Praise the Lord. Hallelujah. വലിയ പ്രകാരം പറയുന്നുണ്ട് എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൽ 5-ഉം 6-ഉം വാക്യം, നിങ്ങളുടെ നടപ്പ് ദൈവാഗ്രഹമില്ലാതായിരിക്കട്ടെ, ഉള്ളതോട് ബന്ധപ്പെട്ടു ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കില്ല എന്ന് താൻ അരുളി ചെയ്തുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. In Hebrews 13 verses 5-6 it says, keep your life free from the love of money and be content with what you have, for he has said, I will never leave you nor forsake you. So we can confidently say, the Lord is my helper, I will not fear what can man do to me. പ്രിയമുള്ളവരെ, ആകെ വിശ്വാസം കേൾവിയായി, കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ വരുന്നു. So dear believers, so faith comes from hearing and hearing through the word of God. കർത്താവിന്റെ വാക്ക് കർത്താവിന്റെ കൽപ്പന എന്തായിരുന്നു? അക്കരയ്ക്ക് പോകാന്ന, അത് നമ്മളൊരു കേൾവിയാണ്. നമ്മെ അക്കരയ്ക്ക് കർത്താവ് വിളിച്ചത് അത് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലുണ്ടാകണം. ദൈവം ഇവിടെ പട്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. അക്കരയാണ് ഡെസ്റ്റിനേഷൻ എന്ന് ആ വിശ്വാസത്താൽ നമുക്ക് ഉറപ്പിക്കാനിടയായി തീരട്ടെ. So what was the commandment of God was to go to the other side of the shore, and that is what we heard. We heard that commandment. Praise the Lord. Hallelujah. പ്രിയമുള്ളവരെ, റോമാലേഖനത്തിന്റെ 14-ാം അധ്യായം 21-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, എന്നാൽ സംശയിക്കുന്നവൻ തിന്നുമെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായതുകൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെ പാപം. And in Romans chapter 14 verses 23 he says, but whoever has doubts is condemned if he eats, because the eating is not from faith. For whatever does not proceed from faith is sin. വിശ്വാസത്തിൽ നിന്ന്
ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം ഇതെല്ലാം പാപമാണെന്ന് ഞാൻ പറയുന്നത്. The Bible says like whatever does not proceed from faith is sin. അതുകൊണ്ട് അതായത് എന്നാൽ നാം എന്ത് ചെയ്യുന്നു അതിന്റെ പിന്നിൽ വിശ്വാസം. പത്രോസ് ഇറങ്ങി തിരിച്ചത് കർത്താവ് നീ ആഗതന് വരുന്നു എന്നുള്ളതാ അവന്റെ കമാൻഡ്. എന്നാൽ കർത്താവ് പറഞ്ഞു ഞാനാകുന്നു എന്നുള്ളത് മാത്രമല്ല, നിന്റെ ഉള്ളിൽ താണു പോകത്തില്ല എന്നുള്ള വിശ്വാസമാണ്. Whatever comes from us should be come through the faith, just like with what we see in with Peter. When Peter came into the water, God told him that what needs to be in his heart is that faith. യേശുവിനെ അവനെ നിലവിളിക്കുമ്പോൾ യേശുവിനെ കൈനീട്ടി അല്പവിശ്വാസിയെ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. When he was troubled, then Jesus stretched out his hand and told him, "O you of little faith, why do you doubt?" പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം സംശയം കൂടാതെ, സംശയം ലെവലേശമില്ലാതെ, കാറ്റും കോളും പ്രതികൂലങ്ങളും ജീവിത പഠനങ്ങളെ ആഞ്ഞടിക്കുമ്പോൾ കർത്താവിനോട് കർത്താവോട് ചേർന്നിരിപ്പാൻ, വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിപ്പാൻ ദൈവം നമുക്കിടയായി തീരട്ടെ. So today morning believers, I just want to let you know that without any confusion, without any doubt, let us have that faith in Jesus. ആ കാറ്റും കോളും ഒക്കെ അടക്കും മുമ്പ് ദൈവം കർത്താവ് ചെയ്തത്, a God who can take the storm out of you. നമ്മുടെ ഉള്ളിൽ അവിശ്വാസത്തിന്റെ കാറ്റിനെ, കൊടുങ്കാറ്റിനെ എടുത്തു കളയുവാൻ നമ്മുടെ കർത്താവിടയായി തീരട്ടെ. So no matter what sort of difficulties and storms that you go through, God can take the storm out of you. Praise God. നിന്നെ ആ കൊടുങ്കാറ്റിന് നടുവിൽ വിടുവിക്കും മുമ്പ് നിന്റെ ഉള്ളിൽ ഹല്ലേലൂയ നിന്നെ താഴ്ത്തിക്കളയുന്ന ഒരു കൊടുങ്കാറ്റുണ്ട്. അത് അവിശ്വാസം എന്ന കൊടുങ്കാറ്റ്. അതാണ് കർത്താവ് ആദ്യം എടുത്തു മാറ്റാൻ ആഗ്രഹിക്കുന്നത്. So before he takes you out of the storm, the first thing he wants to take out of you is the unfaithfulness that you have in your heart. പ്രിയമുള്ളവരെ, നമ്മളെ ഈ കാറ്റിനിടെ നിന്നൊക്കെ മാറ്റിയാലും നമ്മൾ പിന്നെയും പഴയ ഗതിയില്ല. കർത്താവ് പറയുന്നു, ഈ കൊടുങ്കാറ്റിൽ നിന്ന്, ഈ തിരമാലയിൽ നിന്ന് നിന്നെ വിടുവിക്കും മുമ്പ് എനിക്ക് നിന്നെ ഒന്ന് ശുദ്ധീകരിക്കാനുണ്ട്. നിന്റെ അകത്തെ അവിശ്വാസത്തെ എന്നെ എടുത്തു മാറ്റാൻ ആഗ്രഹിക്കുക. So what God wants to do is, before he takes you out of the storm, he wants to take the unbelief out of your heart before he takes you out of the storm. Praise God. നമ്മുടെ കർത്താവ് ജയിച്ച ജയാളിയായ ജയവീരനായ കർത്താവ്. Our God is a victorious God. Praise the Lord. അവൻ സകലത്തെയും ജയിച്ചവനാ. ജീവിതത്തിന്റെ ഏത് കാറ്റിനിൽ നിന്നും നമ്മെ വിടുവിപ്പാൻ, അകത്തും പുറത്തുമുള്ള കാറ്റിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ നമ്മുടെ കർത്താവിന് കഴിയും. നമ്മുടെ രാജാവും കർത്താവും ജയിച്ച ജയാളിയുമായ കർത്താവ് നമ്മുടെ ദൈവമാണ്. Our Lord Jesus is victorious over all our life storms, and he is the king over all our life storms. Praise the Lord. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, ഹല്ലേലൂയ, എങ്കിലും ധൈര്യത്തോടിരിപ്പീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. Even Jesus said in John 16, I have said this thing to you, that in you may have peace. In this world you will have tribulation, but take heart, I have overcome the world. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ജയവരിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നല്ല പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാൻ നിങ്ങളോട് സംസാരിക്കുക. എന്നാൽ ആ കഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാൻ എനിക്ക് കഴിയും, കാരണം ഞാൻ ജയിച്ചവനാ. ഹല്ലേലൂയ. It says over here that it's not that there won't be any troubles, but he will give you peace during the troubles, and he is victorious over those troubles. ഇതുപോലെ കണ്ണുകളുടെ വിശുദ്ധ ദിവസം അടയ്ക്കാം. Let's close our eyes in the presence of God. പ്രിയമുള്ളവരെ, നാം ഒരു പക്ഷേ കാറ്റും കോളും തിരമാലയും കൊണ്ട് ഭയപ്പെടുന്ന അവസ്ഥയാണ്. There might be a situation where we are going through all the storms and difficulties. ഒരുപാട് കാറ്റ് തിരമാലയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും നാം അനുഭവിക്കുന്നവരാകാം. We might be experiencing this storms and difficulties in our life. അത് പല തരത്തിലാകാം, പല സാഹചര്യങ്ങളിലാകാം. It can be in different situations at different times. കാറ്റും കോളും തിരമാലയും വിടുതൽ പ്രാപിച്ച അനുഭവത്തിലാണ് നമ്മളായിരിക്കുന്നത്. We can see, we might be in a situation where we are getting deliverance from the storm. പക്ഷേ ഒരു കാര്യം ഞാനോട് പറയട്ടെ, Let me tell you one thing. ഒരു കാറ്റും ഒരു പ്രതികൂലവും എന്റെ കർത്താവിന് അധികമല്ല. There is nothing that is too big of storms and difficulties in front of us. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജയിച്ച ദൈവമാണ്. God is a God who won us all the victories. ഒരു വട്ടം പറയുകയാണ്, പാപത്തിൽ മുങ്ങി പോകുന്ന അനുഭവമായിട്ടുള്ളത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരുമാല പാപപ്രവൃത്തികളെ പറയട്ടെ, എന്റെ കർത്താവിന്റെ രക്ഷ നിന്റെ പാപത്തേക്കാൾ വലുതാ. ഹല്ലേലൂയ. We might think that we might be sinking in our sin, but our God is more greater than our sin, and he can take us out of that sin. ഇന്ന് മുതൽക്കാലം മറ്റു ശാരീരികമായതോ ഭൗതികമായതോ ബന്ധങ്ങളുള്ളതോ ഫൈനാൻഷ്യൽ ആയിട്ടുള്ളതോ എന്തെങ്കിലുമൊക്കെ കാറ്റിൽ കൊള്ളും, ഇതിലെല്ലാം എന്റെ ദൈവത്തിന് നിന്നെ അതിലൂടെ കടത്തി പുറത്തു കൊണ്ടുവരുവാൻ, ജയത്തോടെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. എന്റെ കർത്താവിന് മതിയായവരാണ്. We might go through a lot of difficulties in life, through relationships, through financial, through health, but we should understand one thing, that our God is able to take us out of that situation victoriously. വിശ്വസിക്കുക മാത്രം ചെയ്യുക. All you have to do is have faith. ദൈവത്തിൽ ആശ്രയിക്കുക. You just have to depend on God. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. You should have your strong faith on God. കാറ്റിന്റെ നടുവിലും വാഗ്ദത്തങ്ങൾ ഉരുവിടുക.
no matter what is through the storms or through the promises. ശാപവാക്കുകൾ പറയാതെ വാഗ്ദത്തങ്ങൾ ഉരുവിടുക. ഹല്ലേലൂയ. Even through curses, God's word stands firm. Praise the Lord. വിശ്വാസത്തോടെ അവനെ ഉരുവിട്ടാൽ എന്റെ ദൈവത്തിനെ വിടുവിക്കാനിടയായി. If you stand firm on your faith, God is able to deliver you from it. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Let's pray. നമുക്ക് ഈ അനുഭവം സമർപ്പിക്കുമ്പോൾ നമ്മളൊരു സ്തോത്രം ചെയ്യുമ്പോൾ ദൈവജൻ പ്രാർത്ഥിക്കുമ്പോൾ ഇതാണ് ചേർന്ന് നമുക്ക് ഇവിടെ മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ കർത്താവേ, അടിയങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുന്ന കർത്താവേ. നിന്റെ കുഞ്ഞുങ്ങളാകുന്ന അടിയങ്ങൾക്ക് ഈ ആഴ്ചപ്പെടുന്ന 4 ദിവസം തിരുസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഹൃദയകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ കടന്നു വന്ന സന്ദർഭം മുതൽ ദൈവത്തിന് മഹാസാന്നിധ്യം ഞങ്ങളുടെ കൂടെയുന്നല്ലോ. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവം ഇടയാക്കിയ എല്ലാ കൃപയ്ക്കായി നന്ദിയോട് ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു കർത്താവേ. നന്ദിയോട് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ. ഞങ്ങൾക്ക് നല്ല സങ്കീർത്തനത്തെ നൽകി തന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസനെ വെളിപ്പെടുത്തിയല്ലോ. നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മനഃപ്പാഠവാക്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ അറിയിപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. അവരെ രക്തവെളുപ്പിൽ സൂക്ഷിച്ചു കൊള്ളയണം, ജീവൻ മതച്ചു കൊള്ളയണം. ദൈവപ്രകാരം വളർന്നു വരുവാനുള്ള കൃപ കൊടുത്തവരെ സഹായിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കൃഷ്ണ വരയിൽ തന്നെ അവരെ പൊതിഞ്ഞുകൊള്ളണമെന്ന് സാക്ഷ്യത്തിലൂടെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച് എല്ലാവർക്കായും സ്തോത്രം ചെയ്യുന്നു. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഇന്ന് കാലം അടിയങ്ങളെ കേൾപ്പിച്ച ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഏതവസരത്തിലും ഞങ്ങളെ കാപ്പാനും സൂക്ഷിപ്പാനും മതിയായവനായ ദൈവം ഞങ്ങളുടെ ദൈവമായി ഞങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് സ്തോത്രം കർത്താവേ. പ്രതികൂലങ്ങൾ ഞങ്ങൾക്ക് സഹായമായി ഞങ്ങളെ സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ദൈവകരങ്ങൾ ഞങ്ങളെ പിന്നെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം. ദൈവം അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാവിധ വിഷയങ്ങളും ദൈവകരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സഭയായി ഞങ്ങളെ ഒരിക്കൽ കൂടെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ. യാത്രയിലായിരുന്നവരൊക്കെ ക്ഷേമത്തോടെ എത്തുവാൻ ദൈവം കൃപ ചെയ്തല്ലോ കർത്താവേ. നന്ദിയോടെ സ്തോത്രം. ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിനൊക്കെ ദൈവം മറുപടി കൊടുത്ത് സഹായിച്ചുകൊണ്ട് സ്തോത്രം ചെയ്തു. പുതുതായി കടന്നു വന്നവരെ ഒക്കെ ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരാഴ്ചക്കാലം ജീവിപ്പാൻ ആവശ്യമാകുന്ന കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. എവിടെയായിരുന്നാലും കർത്താവിന്റെ ആകർഷണ വലയത്തിൽ തന്നെ ആയിരിക്കാൻ കൃപ ഞങ്ങളെ സൂക്ഷിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോട് സ്തോത്രം. അവിടുത്തെ കാൽച്ചൂടി തന്നെ ഞങ്ങളുടെ കാൽച്ചൂടായി യജമാനെ പ്രസാദിച്ച് ജീവിപ്പാനുള്ള കൃപ തരണമേ കർത്താവേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ കൂടെ ഇരിക്കണമേ. കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണമേ. നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധി ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനയുടേതിനാൽ നമ്മുടെ കരങ്ങളെ സ്തുതിക്കാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ മനസ്സലി മഹോന്നത വന്ദനം നിനക്കായി. ആമേൻ. മനസ്സലി മഹോന്നത വന്ദനം നിനക്കായി. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശിസിപ്പിച്ചവരുടെ സംസർഗവും സഹവാസം കൂട്ടായ്മയ്ക്കാവൽ നമ്മുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് ദിവസം എല്ലാ ഭവനങ്ങളോടും ലോകത്തോടുള്ള സകലവിശുദ്ധന്മാരും കൂടെ കഥാനാമലേക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം മുതൽ കരം ചെയ്ത സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.